بسم الله الرحمن الرحيم إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا أولئك لا خلاق لهم في الآخرة ولا يكلمهم الله ولا ينظر إليهم يوم القيامة ولا يزكيهم ولهم عذاب أليم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله العظيم وقدرة والشان شديد البأس والبرهان عافل الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ يكن لا حول ولا قوة إلا بالله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير. أهل الكبائر والآثام واللمم ترجى لهم توبة الغفران بالندم مع البدعة المغرور يحسبها قربا فلا يرغبي عن مسلك التهم. واعلم بأن رسول الله فارقنا على المهجة لم ينقص ولم يغم. وكل أمر أتانا فيه مبتدع نرده ذاك مردود من القدم. ഈ മഹത്തായ ഇൽമിന്റെ മജ്ലിസിൽ സന്നിധരായിട്ടുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹ
നിധികളായ രക്ഷിതാക്കളെ, സഹൃദയരായ സഹോദരന്മാരെ, നാട്ടുകാരെ, സർവലോക നിയന്താവായ പടച്ചതമ്പുരാന്റെ അപാരമായ അനുഗ്രഹം പെയ്തിറങ്ങുന്നതിനിടയിൽ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അതിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള പിഴച്ച വിശ്വാസങ്ങളെയും അബദ്ധമായ ധാരണകളെയും കുറിച്ച് വസ്തുനിഷ്ഠമായി പരാമർശിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നെച്ചുമ യൂണിറ്റ് ഇവിടെ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഈ പരിപാടി എന്തിനാണ് സംഘടിപ്പിച്ചത് എന്ന് ഇത് നോട്ടീസിലൂടെയും അനൗൺസ്മെന്റ് വാഹനങ്ങളിലൂടെയും ശ്രോതാക്കൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണ്, ആ പ്രമാണങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിശ്വാസ കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ആ പ്രമാണങ്ങളിലൂടെ ഒരു വിശ്വാസി ചെയ്തു കൂട്ടേണ്ട ആചാരങ്ങൾ എന്താണ്, അതിലേക്ക് കടന്നു വന്നിട്ടുള്ള അനാചാരങ്ങൾ എന്തൊക്കെയാണ്, ആ അനാചാരങ്ങൾ ചെയ്താൽ പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന അപകടങ്ങൾ എന്താണ്, നാട്ടുനടപ്പുകൾക്കും നാട്ടാചാരങ്ങൾക്കും ഭൂരിപക്ഷത്തിന്റെ തീരുമാനങ്ങൾക്കും ഇസ്ലാം ദീനിൽ വല്ല പ്രസക്തിയുമുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിക്കണമെന്ന താല്പര്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ സൽക്രമമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും പരസ്പരം ഒരുമിക്കുവാനുള്ള തൗഫീഖ് പടച്ചവൻ നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ മനുഷ്യനും പ്രവാചകനുമായ അവ്വലുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അതിന്റെ കൂടെ മഹത്തായ ഒരു സന്ദേശം അയക്കപ്പെട്ടു. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഖുൽ അഹ്ബിതു മിൻഹാ ജമീആ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങണം, ഇവിടെ നിന്ന് നിങ്ങൾ പോകണം. ആ പോകുന്ന സമയത്ത് വെറും കൈയോടുകൂടിയല്ല നിങ്ങൾ പോകുന്നത്, മറിച്ച് എന്നിൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു സാക്ഷാൽ മാർഗദർശനം വരുന്നതാണ്. ഫമൻ തബിഅ ഹുദായ, ആര് ആ മാർഗത്തെ പിന്തുടരുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരൊരിക്കലും തന്നെ ദുഃഖിക്കേണ്ടി വരില്ല, അവർ സങ്കടപ്പെടേണ്ടി വരില്ല. അപ്പോൾ പടച്ചതമ്പുരാനിൽ നിന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന നമുക്ക് റബ്ബ് നൽകപ്പെട്ട മഹത്തായ ദർശനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ദർശനം ഒന്നാമത്തെ പ്രവാചകനും മനുഷ്യനുമായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ തുടങ്ങി അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിന്റെ റസൂലിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചെന്നു. എന്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം സീൽ വെക്കപ്പെട്ടു. ഇനി ഒരു ഈ ദീനിലേക്ക് ഇനി ഒന്നും കടത്തിക്കൂട്ടേണ്ടതില്ലാത്ത വിധം, എന്തെങ്കിലും ഒന്ന് വെട്ടിച്ചുരുക്കേണ്ടതില്ലാത്ത വിധം പരിപൂർണമായി അല്ലാഹുവിന്റെ റസൂലിലൂടെ ഇത് സീൽ വെക്കപ്പെട്ടു എന്ന് അല്ലാഹു തആല പറയുന്നു. അതുകൊണ്ട് തന്നെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ കൊടുത്തയച്ചു. ആ വിശുദ്ധ ഖുർആനിന്റെ 23 കൊല്ലക്കാലത്തെ പച്ചയായ ജീവിതം, അതാണ് അതിന്റെ രണ്ടാമത്തെ പ്രമാണം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന ഈ ആധാരമാണ് അന്ത്യനാൾ 1-ാം തീയതി വരെ ജീവിക്കുന്ന സകല മനുഷ്യന്മാർക്കും അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് നമ്മുടെ സിലബസ്, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ചൂണ്ടുപലക. ആ ചൂണ്ടുപലകയിലൂടെ എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങൾ, എന്താണ് ആചാരങ്ങൾ, എന്താണ് അനുഷ്ഠാനങ്ങൾ എന്ന് കൃത്യമായി പഠിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്.
അല്ലാഹുവിന്റെ റസൂല് നീണ്ട 23 കൊല്ലക്കാലം കൊണ്ട് ഈ മഹത്തായ ദർശനം അവിടെയുള്ള ലക്ഷത്തിൽ വരുന്ന സ്വഹാബത്തിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ആദ്യവും അവസാനവുമായി ഒരൊറ്റ ഹജ്ജാണ് ചെയ്തിട്ടുള്ളത് സഹോദരങ്ങളെ. ആ ഹജ്ജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ പ്രഭാഷണം നടത്തുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഹദീസിലൂടെ? ആ അറഫ പ്രഭാഷണത്തിൽ റസൂൽ പറഞ്ഞത് എന്താണ്? ഇനി അടുത്ത വർഷം സ്വഹാബത്തെ, വരും വർഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമോ എന്നറിയില്ല. അത് റസൂലുള്ളാഹിന്റെ മരണ സൂചനയായിരുന്നു എന്ന് ദീർഘവീക്ഷണമുള്ള സ്വഹാബികൾ പറഞ്ഞതായി ഹദീസിൽ കാണാം. അവിടെ നിന്ന് റസൂലുള്ള ലക്ഷത്തിൽ വന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ വളരെ വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. എന്ത്? തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭിന്നിക്കുകയില്ല, പിന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ കക്ഷികളായി മാറുകയില്ല. കിതാബല്ലാഹി വസുന്നത്തി നബീഹി, അത് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനും അതിന്റെ വിശദീകരണമായ എന്റെ ചര്യയുമാണ്, അഥവാ ഖുർആനും സുന്നത്തുമാണ്. ഈ രണ്ട് ആധാരം അവിടുത്തെ സ്വഹാബത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സ്വഹാബികളോട് ചോദിക്കുന്നു, സ്വഹാബത്തെ ഞാൻ നിങ്ങൾക്കിത് എത്തിച്ചു തന്നില്ലയോ? ഏകസ്വരത്തിൽ സ്വഹാബികൾ പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, അതേ നബിയെ താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അതിന് അല്ലാഹു തആല സാക്ഷിയുമാണ്. വളരെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂല് അതവിടെ പ്രഖ്യാപിച്ചു, സ്വഹാബത്ത് ഏറ്റെടുത്തു. എന്നിട്ട് അവിടുന്ന് റസൂൽ പറയുന്നു, ഹലാ ഫല്ലുബല്ലി ഷാഹിദൽ ഗായിബ, നിങ്ങൾ ഇവിടെ ഹാജറുള്ളവരാണ്, ഇത് ഹാജറില്ലാത്തവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഈ ആഹ്വാനം കേട്ടുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് പല ആളുകളും അവരുടെ കുടുംബങ്ങളിലേക്ക് പോലും പോകാതെ അവരുടെ വാഹനങ്ങൾ അഥവാ കഴുതയും കുതിരയും ഒട്ടവും ഒക്കെ എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നത് അങ്ങോട്ട് തിരിച്ചുവിടുകയും അങ്ങനെ ഓരോ നാടുകളിൽ എത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വമ്പിച്ച വിപ്ലവം ഈ ലോകമെങ്ങാനും ഈ ഭൂമി ലോകത്ത് മുഴുവൻ ഭൂരിപക്ഷം ഭാഗങ്ങളിലും ഉണ്ടായി വന്നു എന്നുള്ളത് ചരിത്രം നമുക്ക് സാക്ഷിയാണ്. അങ്ങനെ ആ രൂപത്തിൽ കൃത്യമായി ഇസ്ലാമിന്റെ സന്ദേശം ഏൽപ്പിക്കപ്പെട്ട വിഭാഗമാണ് മഹാന്മാരായ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ മാർഗം പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ട് തന്നെ പറഞ്ഞു, ഫഇന്നഹും യഅശ്മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, സ്വഹാബികളെ എന്റെ കാലശേഷം നിങ്ങൾക്ക് കാണാം ഈ ദീനുൽ ഇസ്ലാമിൽ ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ, പുതിയ പുതിയ ചിന്താധാരകൾ, പുതിയ പുതിയ പുത്തനാശയങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് വാലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ ചര്യയിലേക്ക് മടങ്ങണം. ഏതാണ് ആ ചര്യ? സുന്നത്തുൽ ഖുലഫാഉർ റാഷിദീനുൽ മഹ്ദിയീൻ, സച്ചീറായ ഉത്തമരായ സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക്. അള്ളു അലൈഹാ ബിൻ നവാജിദ്, അതിനെ നിങ്ങൾ അണപ്പല്ല് ചേർത്ത് കടിച്ചു പിടിക്കുക. അപ്പോൾ അണപ്പല്ല് ചേർത്ത് കടിച്ചു പിടിച്ചിട്ടില്ലെങ്കിൽ തങ്ങളുടെ കൈകളിൽ നിന്ന് കുതറിപ്പോകുന്ന, തെറിച്ചു പോകുന്ന, വീഴു പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഇസ്ലാം ദീനിൽ ഉണ്ടാകുമെന്നും ആ കാലഘട്ടത്തിൽ പ്രമാണത്തിലേക്ക് തിരിച്ചു പോകുന്ന മഹാന്മാരായ സ്വഹാബത്തിന്റെ മാർഗം പിന്തുടരുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പിൽക്കാലത്ത് വിജയിക്കുന്ന വിഭാഗം എന്ന പേരിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഒരു ഗ്രൂപ്പ് തന്നെ കൃത്യമായി പണ്ഡിതന്മാർ വേർതിരിച്ചത്. ജൂതന്മാർ 71 വിഭാഗങ്ങളായി പിളർന്നു. 70 നരകത്തിലേക്ക് പോകും, അതിലൊന്ന് മാത്രമാണ് സ്വർഗത്തിലെത്തുന്നത്. അതേപോലെ ക്രിസ്ത്യാനികൾ 72 വിഭാഗങ്ങളായി പിളർന്നുപോയി, അതിൽ ഒരു കക്ഷി ഒഴിച്ച് ബാക്കിയൊക്കെ നരകത്തിലേക്ക് പോയി. അതേപോലെ എന്റെ ഉമ്മത്തും പിളരുന്നതാണ്. അലാ 73 ഫിർഖ, 73 വിഭാഗമായി കൊണ്ട് പിളരുന്നതാണ്. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ, 72 നരകത്തിലേക്ക് പോകുമ്പോൾ അതിൽ ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ പോവുക. 72 അലവലാദികളാണ് നരകത്ത് പോകുന്ന വിഭാഗമാണ്. അത് സ്വഹാബികൾ ചോദിച്ചില്ല അവരാരാണ്, അവരുടെ ഗുണം എന്താണെന്നും സ്വഹാബികൾ ചോദിച്ചില്ല. സ്വഹാബത്ത് ചോദിക്കുന്നു, ജയിക്കുന്ന വിഭാഗം, സ്വർഗത്തിൽ പോകുന്ന വിഭാഗം, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് റസൂൽ പറയുന്നു, ഞാനും എന്റെ സ്വഹാബത്തും ഇന്നേ ദിവസം ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്
23 കൊല്ലക്കാലം ദീനുൽ ഇസ്ലാം കൃത്യമായി പഠിച്ച് അത് വരതെറ്റാതെ പാന്താവിലൂടെ ചലിച്ചുകൊണ്ട് പിൻപറ്റിയ ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ മാർഗം, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയായി കാണിച്ചു തന്നത് والمراد بالسنة ما جاء عن النبي صلى الله عليه وسلم من أقواله وأفعاله وتقريره وما هم بفعله. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, അവിടുത്തെ പ്രവർത്തനങ്ങള്, അവിടുത്തെ മൗനാനുവാദങ്ങള്, അവിടുന്ന് ഭാവിയിൽ ചെയ്യുമെന്ന് പറഞ്ഞു പോയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതാണ് റസൂലുള്ളാഹിന്റെ ചര്യ. അത് പിൻപറ്റുന്നവർക്കാണ് സുന്നത്ത്. പിൻപറ്റുന്ന ആളുകൾ അഥവാ റസൂലുള്ളാഹിന്റെ അഹ്ലുകാർ എന്ന് പറയാം. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹിൽ അസ്ഹാബ്, സ്വഹാബത്ത് ഇത്തിഫാഖായിട്ടുള്ള കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദങ്ങളും അടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചര്യകളെ പൂർണ്ണമായും പിൻപറ്റുന്ന ആളുകൾ, അവരുടെ മാർഗം പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കക്ഷിയെ ലോകത്തുണ്ടാകുള്ളൂ. മുത്തഖീനെന്നും മുഹ്സിനീനെന്നും ഔലിയാ എന്നും ഹിസ്ബുള്ള എന്നും തുടങ്ങി ഒരുപാട് പേരുകൾ വിശ്വാസികൾക്ക് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കെ പിന്നെ എന്തിന് അഹ്ലു സുന്ന വൽ ജമാഅ എന്നൊരു പേര് പിൽക്കാലത്ത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, എല്ലാ ഗ്രൂപ്പുകാരും കക്ഷിക്കാരും പറഞ്ഞു ഞങ്ങളും ഖുർആന്റെ സുന്നത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ സ്വർഗത്തിലേക്ക് നയിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ അഹ്ലുകാരാര്, അവർ ഉൾക്കൊള്ളുന്ന കൃത്യമായ വിശ്വാസം അറിയാൻ ഏത് രീതിയിലേക്ക് എങ്ങോട്ട് നോക്കണമെന്ന ഒരു പ്രതിസന്ധി നിന്നാണ് മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി എന്ന പദത്തിൽ നിന്ന് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് വേർതിരിക്കപ്പെട്ടത്. അത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. റസൂലും സ്വഹാബത്തും ഏതൊരു നിലപാടിൽ ജീവിച്ചോ ആ നിലപാടിൽ ജീവിക്കുന്നവർ അത് മനസ്സിലാക്കിയാൽ ഓരോ ആചാരങ്ങളും ഓരോ അനുഷ്ഠാനങ്ങളും ഏതൊക്കെയാണ് നേരെ, ഏതൊക്കെയാണ് പിഴച്ചത്, ഏതാണ് വളഞ്ഞത്, ഏതാണ് നേരെയുള്ളത് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അല്ലാഹു തആല അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹിലൂടെ അന്ത്യനാൾ വരെ ജീവിക്കുന്ന സകല മനുഷ്യർക്കും ഈ ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചു. ഇനി നബി വരാനില്ല, ഒരു ഖുർആൻ അവതരിക്കാനില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ഹത്താ യതി അംറുല്ലാഹ്. അന്ത്യനാൾ വരെ ഹക്കിന്റെ മാർഗത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന, കൃത്യമായ പ്രമാണത്തിലൂടെ ജീവിക്കുന്ന ഒരു വിഭാഗം അന്ത്യനാൾ വരെ തുടർന്നുകൊണ്ടേയിരിക്കും. കണ്ടോ, തുടർന്നുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ വ്യക്തമായി നമുക്കത് കാണാൻ സാധിക്കും. മാമിൻ നബിയിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബ്ലി ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തി മിൻ ഹബാരിയൂന വഅസ്ഹാബു യഖുദൂന ബിസുന്നതി വയക്തദൂന ബിഅംരിഹി. ഒരു ചെറിയ വിഭാഗം കൂടെ ഉണ്ടാകാതെ ഒരൊറ്റ പ്രവാചകനെയും അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല. ലോകത്തേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാരൊക്കെ തന്നെയും ദഅവത്ത് നടത്തിയിട്ട് അത് ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും അവർക്ക് കിട്ടാതെ പോയിട്ടില്ല. എല്ലാ പ്രവാചകന്മാർക്കും അത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹിക്കോ ലക്ഷത്തിൽ വരുന്ന വലിയൊരു ഭൂരിപക്ഷം തന്നെ കിട്ടിയിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ രൂപത്തിൽ ഒരു സംഘം വരും, അസ്ഹാബ് യഖുദൂന ബിസുന്നതി വയക്തദൂന അംരിഹി. ആ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന കൃത്യമായ ചര്യകൾ പിൻപറ്റുന്ന, കൃത്യമായ വിശ്വാസാചാരങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു വിഭാഗം എല്ലാ പ്രവാചകന്മാർക്കുമുണ്ട്. എന്നാ റസൂലുള്ളാഹി പറയുകയാണ്, സുമ്മ ഇന്നഹാ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലുഖ്. ആ കാലത്തിന് ശേഷം പിന്നീട് ഒരു വൃത്തികെട്ട കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ വിശ്വാസരംഗം മലീമസപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവും ഒക്കെ ഒരുപാട് തിന്മകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വരുന്നതാണ്. അങ്ങനെ സമൂഹം സകല മണ്ഡലങ്ങളിലും തിന്മകളിലേക്ക് നീങ്ങുമ്പോൾ അവരെ നന്മയിലേക്ക് വിളിക്കുന്ന ഒരു കൊച്ചു സംഘമുണ്ടാകുമെന്നാണ്. ഉനാസു സ്വാലിഹൂന ഫീ ഉനാസി സൂഇൻ കസീർ. വൃത്തികെട്ട ധാരാളം ആളുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കൊച്ചു സംഘമുണ്ടാകുമെന്നാണ്. ആ നല്ല ഒരു തലമുറ ഏതാണെന്നറിയുമോ? അത് കൃത്യമായി റസൂലുള്ളാഹിന്റെ ചര്യനുസരിച്ച് ജീവിക്കുന്നവരാണ്. അത് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഹുമുല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ മിൻ ബഅദിഹി മിൻ സുന്നതി. എന്റെ കാലശേഷം ഈ സുന്നത്തുകൾ കേടുവരുമ്പോൾ അതിനെ ഇസ്ലാഹ് നടത്തുന്ന ആളുകളാണവര്. കണ്ടോ, റസൂലുള്ളാഹി ഏൽപ്പിച്ചു കൊടുത്ത സന്ദേശം മുടങ്ങാതെ ത്യാഗം സഹിച്ചുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അത് എത്തിച്ചു കൊടുത്ത സ്വഹാബത്തിൽ നിന്ന് ആ കടാവളക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ പ്രകാശത്തിന്റെ വാഹകരായിക്കൊണ്ട്
അതാത് കാലഘട്ടങ്ങളിൽ പരിഷ്കർത്താക്കൾ കടന്നു വന്നിട്ടുണ്ട്. ആ പരിഷ്കർത്താക്കളിൽ നിന്ന് ഈ മാർഗം ഏറ്റെടുക്കുന്ന എല്ലാ വിഭാഗം ഈ ഭാഗത്തുമുണ്ട്, കേരളത്തിലേക്കും വന്നിട്ടുണ്ട്. അവർ തന്റെ സമൂഹം ചെയ്യുന്ന തിന്മകൾ കൈകൊണ്ടതിനെ തടയണം. അവരാണ് മുഅ്മിനുകൾ. നാവ് കൊണ്ട് ആര് അത്തരത്തിലുള്ള തിന്മകളെ തടയുന്നുവോ അവര് മുഅ്മിനാണ്. ഹൃദയം കൊണ്ട് ആരെങ്കിലും ആ തിന്മകളെ വെറുക്കുന്നുവോ അവൻ മുഅ്മിനാണ്. അതിനുശേഷം പിന്നീട് ഈമാനിന്റെ കണിക പോലും ഇല്ല എന്നാണ്. അഥവാ സമൂഹത്തിൽ ഒരു ശിർക്ക് കണ്ടിട്ട്, ബിദ്അത്ത് കണ്ടിട്ട്, അന്ധവിശ്വാസങ്ങൾ കണ്ടിട്ട്, മറ്റുള്ള സകല തിന്മകളും കണ്ടിട്ട് അതിനതിൽ ശബ്ദിക്കാതെ, അതിനതിൽ പ്രതികരിക്കാതെ, കൈകൊണ്ട് തടയാൻ സ്വാധീനമുള്ള മേഖലകൾ ഉണ്ടായിട്ട് അവിടെ തടയാതെ, നാവ് കൊണ്ട് പറയാൻ അവസരങ്ങൾ ഉണ്ടായിട്ടത് അനൗൺസ്മെന്റിന് അത് മൈക്ക് കെട്ടി പെർമിഷൻ എടുത്ത് മൈക്ക് കെട്ടി അവതരിപ്പിച്ചു കൊടുക്കാതെ, അതേപോലെ തന്നെ ആ തിന്മകളിലേക്ക് ജനങ്ങൾ നീങ്ങുമ്പോൾ കൈകൊണ്ടും നാവ് കൊണ്ടും തടയാൻ കഴിയാത്തവൻ ഹൃദയം കൊണ്ടെങ്കിലും മാനസികമായിട്ടെങ്കിലും അതിനെ വെറുക്കാതെ അവൻ മുഅ്മിനാകൂല എന്നാൽ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഘം ഈ കൊച്ചു കേരളത്തിലും ഉണ്ടായത്. സഹോദരങ്ങളെ, നമുക്കറിയാം കേരളത്തിൽ സയ്യിദ് സലാഹുല്ലാഹ് മക്തി തങ്ങൾ, അദ്ദേഹം ഈ കൊച്ചു കേരളത്തിൽ ഒറ്റയാനായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തുമായി നടക്കുമ്പോൾ ഇവിടെ അദ്ദേഹത്തെ സഹായിക്കാൻ മുസ്ലിം സംഘടനകളിൽ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന മുസ്ലിം മുന്നണികളിലെ നേതാക്കന്മാരോ പണക്കാരോ തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും അദ്ദേഹം ഒറ്റക്ക് പ്രയത്നിച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ അടുക്കൽ പോയി പണം പിരിച്ച് നോട്ടീസ് ഇറക്കി ആളുകളോട് ദീനി ദഅവത്ത് നടത്തി. അന്ന് ക്രിസ്തീയ മിഷനറിമാർ ഇസ്ലാമിനെതിരെ ശക്തമായി കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഹൈന്ദവ പുരോഹിതന്മാർ മിഷനറി പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാം മതത്തെ തേജോധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിലും പുതിയ ചിന്താധാരകളും അന്ധവിശ്വാസങ്ങളും മുളപൊട്ടുമ്പോൾ അവർക്ക് കൃത്യമായി നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ ഒറ്റയാനായി പ്രവർത്തിച്ച ആ മഹാനായ സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പിൽക്കാലത്ത് ഈ കൊച്ചു കേരളത്തിൽ 19ാം നൂറ്റാണ്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ, ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് അവിടെ നിന്ന് ഈ മഹത്തായ ആദർശം അവരെ കേൾപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പിന്നീട് വക്കം മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരുണ്ടായത്. അതേപോലെ തന്നെയുള്ള കെ മൗലവിയെ പോലെയുള്ള മഹാന്മാരുണ്ടായത്. അവരെല്ലാം ഈ സമൂഹത്തിൽ ഈ തിന്മക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും അങ്ങനെ ജനസമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട ശബ്ദങ്ങളായിരിക്കുകയും ചെയ്തതിനിടയിലാണ് യഥാർത്ഥത്തിൽ പിന്നീട് അത് ഐക്യസംഘമായി മാറുന്നത്. നമുക്കറിയാം 1924 ആ 1924 കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ ഒരു ദ്വിതീയ വാർഷിക മഹാസമ്മേളനം ആലുവയിൽ വെച്ചാണ് ചേർന്നിട്ടുള്ളത്. ചരിത്രം അറിയവർക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി അത് അറിയാൻ സാധിക്കും. ആ ആലുവയിൽ ചേർന്ന ആ ഉലമാ യോഗത്തിൽ വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിന്റെ അറബിക് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഹസ്രത്ത് മൗലവി അബ്ദുൽ ജബ്ബാർ സാഹിബാണ് അധ്യക്ഷനായിക്കൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ അവിടെ യഥാർത്ഥത്തില് ഒരു പണ്ഡിത സംഘടനക്ക് രൂപം കൊടുക്കുകയും അങ്ങനെ ഈ മൊയ്ദ് മൗലവി അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. ആരാണ് ഈ മൊയ്ദ് മൗലവി? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ്. അദ്ദേഹം ഒരു പ്രമേയം അവിടെ അവതരിപ്പിച്ചു. എന്താണ്? കേരളത്തിലെ നാനാഭാഗങ്ങളിലുള്ള ഉലമാക്കളെ ഏകീകരിച്ച് ഒരു സംഘം രൂപീകരിക്കേണ്ടതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഖാൻ ബഹദൂർ പട്ടം കിട്ടിയ ചില മുതലാളിമാരും അവരെ പിന്താങ്ങിയിട്ടുള്ള ചില മുസ്ലിയാക്കന്മാരും എഴുന്നേറ്റുകൊണ്ട് എതിർക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കാൻ തെളിവുണ്ടോ ദീനിൽ എന്ന്. ഉടനെ തന്നെ കൃത്യമായി മൊയ്ദ് മൗലവി അതിന് ഉത്തരം കൊടുത്തു. ഖുർആനിൽ നിന്ന് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉമ്മത്തുണ്ടാകട്ടെ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് അവിടെ നിന്ന് കൃത്യമായി ഖുർആനിൽ നിന്ന് ഉത്തരം കൊടുക്കുകയും അങ്ങനെ ഞാൻ ദലീലാണ് ചോദിച്ചത് ഖുർആനല്ല എന്ന് പറയുകയും ഖുർആൻ പോലും ദലീലല്ലാത്ത കാലത്ത് ആ പണ്ഡിതന്മാരിൽ പ്രഗത്ഭരായ ആളുകൾ ആ മുസ്ലിയാരോട് പറഞ്ഞു, ഖുർആനാണ് ഒന്നാമത്തെ തെളിവ്, ഖുർആനിൽ തെളിവുണ്ടെങ്കിൽ പിന്നെ അത് ദലീലല്ല എന്ന് പറയാൻ പറ്റൂല, ഇരിക്കവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവിടെ നിന്ന് സഹോദരങ്ങളെ ആ പണ്ഡിത സംഘടനക്ക് ആദ്യമായി തറക്കല്ലിട്ടു.
അപ്പൊ ഈ കൊച്ചു കേരളത്തിൽ മതപരമായി ജനങ്ങളെ സംസ്കരിക്കുവാനും അതുപോലെ തന്നെ പിന്നെ മനുഷ്യർക്കിടയിലുള്ള കക്ഷിവഴക്കുകൾ തീർക്കുവാനും പ്രമാണങ്ങളിലേക്ക് അവർ മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മതപരമായ മുന്നേറ്റമുണ്ടാകാൻ ഒരു സംഘം അനിവാര്യമാണ് എന്ന കൃത്യമായ കൂടിയാലോചനയിൽ നിന്ന് 1924 കൃത്യമായി കൊണ്ട് കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പണ്ഡിത സംഘടന തറക്കല്ലിട്ടു. ആ കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, കൃത്യമായി മുസ്ലിം സമൂഹത്തിൽ അജ്ഞതയെ ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാരുടെ മുസ്ലിയാക്കന്മാരുടെ ആ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ തുറന്നു കാണിച്ച് അവരെ നേർവഴിയിലേക്ക് നയിച്ച് കൃത്യമായി സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവരെ വിളിച്ച് അങ്ങനെ നവോത്ഥാനപരമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി കൊണ്ട് 1925 തന്നെ ചില ഖാൻ ബഹദൂർ പണക്ക പണ്ഡിതന് ആളുകളും അവരുടെ ശിങ്കിടികളായ മുസ്ലിയാക്കന്മാരും ഒറ്റക്ക് ഇതിനെതിൽ കുപ്രചരണങ്ങൾ നടത്തി, കുരിശുദ്ധം നടത്തി, ഇതിനെ തുരങ്കം വെക്കാൻ വേണ്ടി നടക്കുകയും അങ്ങനെ 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് പിളർന്നു പോയി സമസ്ത എന്ന തലക്കെട്ട് ചേർത്തുകൊണ്ട് ഒരു ജമിയത്തുൽ ഉലമ അവരുണ്ടാക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, ആരാണ് ഈ സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് തുരങ്കം വെച്ചവർ? ആരാണ് ഈ സമൂഹത്തെ നെറുവയിലേക്ക് നയിക്കുവാൻ സ്വരൂപിക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ട പണ്ഡിത സംഘടനയിൽ നിന്ന് പുറത്തുപോയവർ? മുജാഹിദുകളാണോ? അല്ല, മറിച്ച് ഈ പണ്ഡിതന്മാരാണ്. അങ്ങനെ ഈ പണ്ഡിതന്മാർ പുറത്തുപോയി എന്ന് മാത്രമല്ല, ഈ പണ്ഡിതന്മാർ ജനങ്ങളുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഖുർആനും സുന്നത്തുമല്ല, മറിച്ച് ആരൊക്കെയോ പിൽക്കാലത്ത് പ്രമാണവിരുദ്ധമായി എഴുതപ്പെട്ട മാലകളും മൗലിദുകളുമാകുന്ന അന്ധവിശ്വാസത്തിന്റെ കിതാബുകൾ, അതേപോലെ തന്നെ സമൂഹം അന്യമതങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ആചരിച്ചു കൊണ്ടിരിക്കുന്ന ആ തരത്തിലുള്ള നേർച്ചകളും ഉറൂസുകളും അതുപോലെ തന്നെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളും അതെല്ലാം ഒരുമിച്ച് കൂട്ടി അതെല്ലാം ഈ സമൂഹത്തിൽ വേരോടണമെന്നും അത് നടന്നെങ്കിലേ നമുക്ക് ജീവിക്കാനൊക്കൂ എന്നും വിചാരിച്ചുകൊണ്ട് അവര് ഈ സമൂഹത്തിന് മുമ്പിൽ പുതിയ ഫത്വ പുറപ്പെടുവിച്ചു. ആ ഫത്വകളാണ് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ത്? സമസ്തയുടെ വാർഷിക സമ്മേളനങ്ങളിൽ അവര് പുറപ്പെടുവിച്ച ഫത്വകൾ ഓരോന്നോരോന്നും വായിക്കാനുള്ള സമയമില്ല. അതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താണ്? കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ അനേക കൊല്ലമായിട്ട് നിരാക്ഷേപമായി നടന്നു വരുന്നതും ഇപ്പോഴും നടത്തിവരുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ മതാനുസാരങ്ങളാണെന്നും സ്ഥിരപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും ഖതീബ് സ്ഥാനത്തിനും ഖാദി സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു. അപ്പൊ കേരള ജമിയത്തുൽ ഉലമ എന്ന് പേരിട്ടുകൊണ്ട് തലക്കെട്ട് കൊടുത്ത് സമസ്ത എന്ന തലക്കെട്ട് കൊടുത്തുകൊണ്ട് പുറത്തിറങ്ങിയ ഈ പണ്ഡിത സംഘടന ജനങ്ങളുടെ മുമ്പിൽ പുറപ്പെടുവിക്കുന്ന ഫത്വകൾ അംഗീകരിക്കാത്ത ഒരു സുന്നിയല്ല. അവരെ ഖാദി സ്ഥാനത്തിനും ഖതീബ് സ്ഥാനത്തിനും പറ്റൂല എന്നുള്ളതാണ് പറയുന്നത്. കേട്ടോളൂ. മരിച്ചുപോയ അംബിയ ഉലിയാക്കന്മാരായ സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത് കൊണ്ടും ജാഹ് കൊണ്ടും ഹക്ക് കൊണ്ടും ബർക്കത്ത് തേടലും അതേപോലെ തന്നെ അവരെ നേരിട്ട് വിളിക്കലും അവരെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കലും അവരുടെ ആസാറുകൾ കൊണ്ട് ബർക്കത്തെടുക്കലും പിന്നെയോ പിന്നെ ഖാദിരിയ ഷാദുലിയ റിഫായിയ മുതലായ ശരിയായ ത്വരീഖത്തുകളിലെ ശരിയായ ശൈഖന്മാരുടെ കൈത്തുടർച്ചയും ഒറ്റക്കും യോഗം ചേർന്ന് നടത്തിവരാറുള്ള റാത്തീബുകൾ, ത്വരീഖത്തിലെ ദിക്റുകൾ ചൊല്ല്, ദലാലുൽ ഖൈറാത്ത്, ഹിസ്ബുൻ നബവിയ, അസ്മാഉൻ നബവി, അസ്മാഉൽ ബദരീൻ, ഹിസ്ബുൽ ബഹർ മുതലായ വെറുതുകളെ ചട്ടമാക്കലും മങ്കൂസ് മുതലായ വെറുതുകൾ, ബദരിയത്ത് ബൈത്ത്, ബദർ ബൈത്ത്, ബദർമാല, മുഹീദ്ദീൻ മാല, റിഫായി മാല തുടങ്ങിയ നേർച്ചപ്പാട്ടുകൾ ചൊല്ലലും ചൊല്ലിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ഈ പിളർന്നുപോയ സംഘടന പുറത്തുവിട്ട ഫത്വ. അങ്ങനെയാണ് അവര് സമൂഹത്തെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ മുസ്ലിം സമൂഹം വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരരംഗത്തും ബഹുദൂരം പിഴച്ചുപോയി. അപ്പോ ഖുർആനും സുന്നത്തും മുന്നോട്ട് വെച്ച വിശ്വാസ ആചാരങ്ങൾ സ്വീകരിക്കേണ്ടതിന് പകരം ആരൊക്കെയോ പിൽക്കാലത്തുണ്ടാക്കിയ ഭൂരിപക്ഷം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും തന്നെ പിന്നെ നല്ല മാർഗത്തിലെത്തൂല, മറിച്ച് വഴികേടിലാണ് എത്തുക. അതുകൊണ്ട് വഴികേടിൽ എത്താതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് വളരെ കൃത്യമായി പഠിപ്പിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് വളരെ കൃത്യമായി ഒരിക്കൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നമുക്ക് വാങ്ങിത്തന്ന ദീനുൽ ഇസ്ലാമിൽ നബിയുടെ ഇഷ്ടപ്രകാരം ഒരു ഹർഫ് പോലും മാറ്റിയിട്ടില്ല എന്നും നമുക്കതുകൊണ്ട് അത് മാറ്റാനുള്ള സ്വാതന്ത്ര്യമില്ല, അധികാരമില്ല എന്നും ബോധ്യപ്പെടുന്ന 1-2 തെളിവുകളിൽ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ പറയട്ടെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ചു. ആ പ്രാർത്ഥന നമുക്കൊക്കെ അറിയാം. വുദൂ ചെയ്ത് ആയത്തുൽ കുർസി ഓതി ശരീക്കിന് കൈകളിൽ ഊതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദും മുഅവ്വിദത്താനി സൂറത്ത് മോദി തടവിയിട്ട് വലതുഭാഗം ചേർത്തുകൊണ്ട് കിടക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വഫവ്വലതു അംരി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക വഅൽജഹതു ളഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ഇത് എല്ലാവരും ഉറങ്ങുമ്പോൾ ചൊല്ലണം. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചു. സ്വഹാബികൾ അത് ചൊല്ലി അങ്ങനെ താല്പര്യത്തോടു കൂടി ഇത് മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ സുബഹിക്ക് പള്ളിയിൽ വന്ന സ്വഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇന്നലെ പഠിപ്പിച്ചെന്ന പ്രാർത്ഥന ഞാൻ ഇഫ്ലാക്കിയിട്ടുണ്ട്, ബൈഹാട്ടാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ശരി, ചൊല്ലിയാണെന്ന് കേൾക്കട്ടെ. ആ സ്വഹാബി ഞാൻ ഈ ചൊല്ലിയ രൂപത്തിൽ ഇങ്ങനെ ചൊല്ലി. പക്ഷെ അതിന്റെ അവസാനത്തിൽ സ്വഹാബി ചൊല്ലിയത് എന്താ? ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിറസൂലികല്ലദീ അർസൽത. റസൂലുള്ളാഹി പഠിപ്പിച്ചതോ ഇന്നലെ ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ആ സ്വഹാബി വബിറസൂലികല്ലദീ അർസൽത എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി എന്താ വിചാരിച്ച? സാരല്ല, അത് നബി എന്നുള്ളത് റസൂലായി, പദത്തിൽ വലിയ ശിർക്കുമില്ല, ബിദ്അത്തുമില്ല, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു പദവല്ല, സ്ഥാനത്തിൽ നല്ല തന്നെയാണ്, കടക്കട്ടെ എന്ന് വിചാരിച്ചോ? ഇല്ല, റസൂലുള്ളാഹി ഉടനെ തിരുത്തിയില്ല. വബിനബിയികല്ലദീ അർസൽത. അവിടെ റസൂൽ എന്ന് പറയാൻ പറ്റൂല, കാരണം നബി എന്നാ പറഞ്ഞത്, അല്ലാഹു തആല പഠിപ്പിച്ചതാ. അപ്പൊ റസൂലുള്ളാഹിക്ക് അത് ഒരിക്കൽ പോലും മാറ്റാൻ പറ്റില്ല സഹോദരങ്ങളെ. അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത ദീനുൽ ഇസ്ലാമിൽ ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, നാട്ടുനടപ്പനുസരിച്ച്, അല്ലെങ്കിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഈ ആശയത്തെ വെട്ടിച്ചുരുക്കാനോ കടത്തിക്കൂട്ടാനോ പറ്റില്ല. റസൂലുള്ളാഹിയെ പോലും വിളിച്ചുകൊണ്ട് റബ്ബ് പറഞ്ഞ എന്താ? വലൗ തഖവല അലൈനാ ബഅദൽ ഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതനാ മിൻഹുൽ വതീർ. മുഹമ്മദേ, നിനക്ക് നാം ഇറക്കി തന്നെ ആദർശത്തിലെങ്ങാനും നീ വെള്ളം ചേർത്താൽ, ഇഷ്ടാനുസരണം നീ എന്തെങ്കിലും ഡൈലൂട്ട് ചെയ്താൽ, നമ്മുടെ വലത്തെ കൈ കൊണ്ട് നിന്നെ പൊക്കിപ്പിടിച്ചിട്ട് നിന്റെ കണ്ടനാടി നാം മുറിച്ചു കളയും മുഹമ്മദേ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് ചെയ്ത താക്കീതാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ താക്കീത് നമ്മളും നിർബന്ധമായി പിന്തുടരേണ്ടതുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എരപ്പന്റെ അരിക്കൊട്ടയല്ല. എരപ്പന്റെ അരിക്കൊട്ട എങ്ങനെ? എരപ്പന്റെ അരിക്കൊട്ട എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ പോയപ്പോ കുറു അരി കിട്ടും, വേറൊരു വീട്ടിൽ ചെന്ന് എരനാ ചിലപ്പോ അവിടുന്ന് ബോധന അരി അട്ട് കൊടുക്കുക, വേറൊരു വീട്ടിൽ നിന്നോ റേഷൻ അരി കൊടുക്കും, വേറെ വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ നെല്ലുത്തിയരി കൊടുക്കും, ഒക്കെ ഒരൊറ്റ കൊട്ടയ്ക്കാണ്. അങ്ങനെ തോന്നിയവനൊക്കെ തോന്നിയത് കടത്തിക്കൂട്ടാനും എടുത്തൊഴിവാക്കാനും പറ്റിയ എരപ്പന്റെ അരിക്കൊട്ടയല്ല ഇസ്ലാം, മറിച്ച് ഉടച്ചു വാർക്കപ്പെട്ട മഹത്തായ ഒരു ദർശനമാണിത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പിൻപറ്റണം, നിങ്ങൾക്കിടയിലുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. എന്നാൽ ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾക്കിടയിൽ മതപരമായ കാര്യത്തിൽ തർക്കമുണ്ടായാലോ നിങ്ങൾ പ്രമാണത്തിലേക്ക് അതിനെ മടക്കണം, അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. എന്താ കാരണം? അവിടെ തറക്തുക്കും അലൽ മഹജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാത്ത വിധത്തിൽ, ഇരുട്ടിൽ തപ്പേണ്ടതില്ലാത്ത വിധത്തിൽ കൃത്യമായി അയക്കപ്പെട്ട ദർശനമാണ് റസൂലുള്ളാഹിയുടെ ദീനുൽ ഇസ്ലാം. അത് നമ്മുടെ ഒരു അവകാശവാദം മാത്രമല്ല, പലപ്പോഴും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ പോലും ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ പ്രഭാഷണം ഒരുപാട് കാലം കേട്ട് സ്വാധീനമുണ്ടായ ആളുകളുടെ മുമ്പിൽ നമ്മളെപ്പോലെ തന്നെ ചിലപ്പോഴൊക്കെ ആ ചര്യ പിൻപറ്റിയിട്ടില്ലെങ്കിലും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം മറ്റുള്ളവരോട് ഇനി കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ട് ബാക്കി ഇമാമിങ്ങളും ഉസ്താദന്മാരും പറഞ്ഞിരുന്നു പറഞ്ഞ് റസൂലുള്ളാഹി പോയതല്ല, മറിച്ച് പൂർണ്ണമാക്കിയിട്ടുണ്ട് എന്നറിയാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ ഒരു മൗലിദിന്റെ അന്താരാഷ്ട്ര സദസ്സിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അറിയാതെ അദ്ദേഹം പറഞ്ഞു പോയ ആ യാഥാർത്ഥ്യം നിങ്ങളൊന്ന് കേട്ടോളൂ. അവിടെ ഇങ്ങോട്ട് ഞാൻ പറയട്ടെ, അവിടുത്തെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ മുതൽ, പ്രസവത്തിന്റെ സമയത്തുള്ള ചരിത്രം മുതൽ, ഓരോ സന്ദർഭങ്ങളിലുമുള്ള ചരിത്രങ്ങൾ, അതിന്റെ പുറമെ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് ചെരുപ്പ് ധരിച്ചു? അവിടുത്തെ ചെരുപ്പിന്റെ ആകൃതി എന്തായിരുന്നു? ആദ്യം ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു? പിന്നീട് ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു? അവിടുന്ന് കുപ്പായമിടുമ്പോൾ ആദ്യം ഏത് ഭാഗത്തെ, ഏത് കൈ, ഏത് ഭാഗം ആദ്യം കുപ്പായം ധരിച്ചു? അവിടുന്ന് കൈ കഴുകുമ്പോൾ ആദ്യം ഏത് കൈ കഴുകി? ഇങ്ങനെ തുടങ്ങി ഞാൻ പറയട്ടെ. ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിരൽ കൊണ്ട് ഭക്ഷണം കഴിച്ചു? അത് ഏത് കൈയിന്റെ വിരലാണ്? ഇങ്ങനെ തുടങ്ങി നിങ്ങൾ ചിന്തിക്കുക. ഒരൊറ്റ ചലനങ്ങളും വിട്ടുപോകാതെ, ഒരു വിഷയവും വിട്ടുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചലനവും വിട്ടുപോകാൻ, അത് രാത്രി പാതിരക്ക് പ്രൈവറ്റ് റൂമിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും, ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഴുവനും റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടു ഞാൻ ചുരുക്കട്ടെ, എല്ലാ ചലനങ്ങളും, അതാണ് ഞാൻ ബാത്റൂമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ, അതുപോലെ പ്രൈവറ്റ് ജീവിതത്തിലുള്ള വിഷയങ്ങൾ വരെ മുഴുവനും റിപ്പോർട്ടുള്ള ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാതെ സമാനമായി വേറൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യയശാസ്ത്രക്കാരനും ഒരു പ്രസ്ഥാനക്കാരനും ഒരിക്കലും സാധ്യമല്ല. അത്രയും വിശദമായി സർവ വിഷയങ്ങളും, സർവവാചകങ്ങളും, ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും റിപ്പോർട്ട് വന്നിട്ടുള്ള ലോകത്ത് തുല്യതയില്ലാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ ലോകത്ത് തുല്യതയില്ലാത്തൊരു നേതാവാണ് റസൂലുള്ളാഹി. എന്താ കാരണം? കൃത്യമായി ജീവിതം അത് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തപ്പിത്തടയേണ്ടതില്ലാത്ത വിധം പവിത്രമാണ് ഇസ്ലാമിന്റെ ഓരോന്നും. അതാണ് പേരോട് അബ്ദുറഹിമാൻ സഖാഫി പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? എന്നാൽ സഹോദരങ്ങളെ, ഇതാണ് മറ്റുള്ള മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വേർതിരിക്കുന്ന മുഖ്യമായ ഘടകം. ഇതിന്റെ ഓരോ ആദർശവും പ്രമാണബദ്ധമാണ്. ഏതേത് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുന്ന ദർശനമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇന്നും അജയ്യമായി നിലനിൽക്കുന്നത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന വടവൃക്ഷത്തിൽ ഒരു ഇത്തിക്കണ്ണി കണക്കെ അള്ളിപ്പിടിച്ചിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളാണ് ഇപ്പം ദേശീയയുടെ ചാരിത്ര പ്രസംഗം നടത്തിയത്. നിങ്ങൾ കണ്ടില്ലേ? അതത്ര നിലവാരമുള്ളത്. കാരണം ശിർക്കും ബിദ്അത്തും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതെല്ലാം ഈ ഇസ്ലാം ദീനിലേക്ക് കടത്തിക്കൊണ്ടുവരാനാണ് സമസ്ത എന്ന പ്രസ്ഥാനം തന്നെ തറക്കല്ലിട്ടത്. ഈ പാരമ്പര്യ തറവാട്ടിൽ നിന്ന്, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ തറവാട്ടിൽ നിന്ന്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് എന്തിനാ ഞാൻ ആമുഖമായി വായിച്ചു, ആ സംഗതികളൊക്കെ നടപ്പിലാക്കാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഗതികൾ നടപ്പിലാക്കാൻ അധികാരമുണ്ടോ? ഇല്ല. കാരണം എന്താ? ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ആ കാര്യം എടുത്തുദ്ധരിച്ചു. എന്താ? മനിബത്തദാ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ആരെങ്കിലും ദീനുൽ ഇസ്ലാമില് ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പുണ്യം കൊണ്ടുവന്നാൽ, ഒരു പുണ്യകർമ്മം കൊണ്ടുവന്നാൽ, നല്ല കാര്യമാണ്, കൂലി കിട്ടുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അവിടുത്തെ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നിട്ട് കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. കാരണം എന്താ? ഒന്നുകിൽ ഇവൻ പറഞ്ഞ പുണ്യകർമ്മം റസൂലുള്ളാഹിക്ക് മനസ്സിലാകാതെ പോയി എന്ന് പറയണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് അത് തിരിഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ മൂടി വെച്ചു എന്ന് പറയണം. ഇത് രണ്ടും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാൻ പറ്റൂല. കാരണം എന്താണ്? മാ തറക്തും മിൻ ഷൈഇൻ യുഖരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദസ്തകും ബിഹി വമാ മിൻ ഷൈഇൻ യുബഉദുകും അനിൻ നാരി ഇല്ലാ ഖദ് ഹദ്ദസ്തകും ബിഹി. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ അകറ്റുന്നതുമായ സകല കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എ മുതൽ സെറ്റ് വരെ, ആ മുതൽ ഷാ വരെ ജീവിതത്തിന്റെ നിഖില മണ്ഡലങ്ങളില് എന്തൊക്കെ കൃത്യമായി അനുഷ്ഠിക്കണമെന്നുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും ഇതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല, ഒന്നും കടത്തിക്കൂട്ടേണ്ടതില്ല. കാരണം എന്താ? എന്നിട്ട് മഹാനായ ഇമാം മാലിക് തങ്ങൾ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, അല്ലിമ അക്മൽതും ദീനക്കും, ഇന്നേൽക്ക് നിങ്ങളുടെ ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു.
എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനു അൽയൗമ ദീനാ. അന്ന് മതമല്ലാത്തതൊന്നും ഇന്ന് മതമാകാൻ പാടില്ല. അന്ന് മതമല്ലാത്തതൊന്നും ഇന്ന് മതമാകാൻ പാടില്ല. അത് എത്ര നല്ലതാണെന്ന് നമുക്ക് തോന്നിയിട്ടും കാര്യമില്ല. ഉണ്ടോ? ചില ആളുകൾ പറയാറുണ്ട് ദിക്റല്ലേ, അല്ലെങ്കിൽ ചിലവർ പറയുന്നത് പ്രാർത്ഥനല്ലേ, അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാടല്ലേ, അല്ലെങ്കിൽ അമ്പിയാക്കന്മാരെ മദ്ഹല്ലേ. എന്തിനാ ഞങ്ങളത് എതിർക്കണേ? നല്ല കാര്യമല്ലേ സഹോദര. ദീനിൽ ഒരു നല്ല കാര്യം നമുക്ക് പറയണമെങ്കിൽ അതിന് തെളിവാണ്. ഒരു അമൽ അല്ലാഹു സ്വീകരിക്കാൻ 3 മാനദണ്ഡമാണ് അഹ്ലു സുന്നത്ത് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് നിയ്യത്ത് നിർബന്ധമാണ്, ഇഖ്ലാസ് അല്ലാഹുവിൽ നിന്ന് മാത്രം പ്രതിഫലം ഏൽപ്പിക്കുക. പിന്നെയോ ഇത്തിബാ പിൻപറ്റൽ, പ്രമാണം പിൻപറ്റിക്കൊണ്ടുള്ള ശരിയ, അതല്ലാത്ത സ്വീകരിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നബി ഇല്ലാത്ത സമയത്ത് ദീന് പഠിക്കാൻ 3 സ്വഹാബികൾ വന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ കൃത്യമായി പറഞ്ഞു കൊടുത്തു. പക്ഷെ അത് കേട്ടപ്പോ സംതൃപ്തി കുറവുള്ള ആളുകളായിരുന്നു അവർ നേരെ വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അവർ പറയാണെന്ത്, മുഹമ്മദ് നബി ആയതുകൊണ്ട് അത്ര മതിയാവും, കാരണം എല്ലാ പാപവും പുറത്തു കൊടുക്കപ്പെട്ട ആളാണ്, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്, നമ്മൾ അത്ര പോരാ. അതുകൊണ്ട് ഒരാള് പറഞ്ഞു, ഇനി ഞാൻ രാത്രി മുഴുവൻ നിസ്കാരം തന്നെയാണ്, എനിക്ക് ഉറക്കില്ല. അപ്പൊ രണ്ടാമത്തെ ആള് പറഞ്ഞു, ഇനി എനിക്ക് എന്നും നോമ്പാണ്, പകലിൽ എനിക്ക് ഒറ്റ ദിവസം പോലും ഗ്യാപ്പില്ലാതെ നോമ്പാണ്. മൂന്നാമത്തവൻ പറഞ്ഞു, എന്ത്, ഞാന് ഇനി വിവാഹം പോലും കഴിക്കുന്നില്ല, കാരണം കുടുംബജീവിതവുമായി കെട്ടിത്തിരിഞ്ഞ ഒരുപാട് സമയം അതിന് ചെലവഴിക്കേണ്ടി വരും, അപ്പൊ അത് വേണ്ട, അല്ലാഹ് ഇബാദത്ത് കഴിഞ്ഞു കൂടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വീക്ഷണ പ്രകാരം നല്ല തീരുമാനമായിട്ട് തോന്നും, അല്ലെ? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ കാര്യം പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അവരെ വിളിപ്പിച്ചിട്ട് അവിടെ നിന്ന് ആ സ്വഹാബികളോട് ചോദിക്കുന്നു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ രൂപത്തിലൊക്കെ പറഞ്ഞു പോയോ? അവര് പറഞ്ഞു, അതേ നബിയേ. റസൂലുള്ള പറയുകയാണെങ്കിൽ അറിഞ്ഞോളൂ, അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകുമുല്ലാഹു അത്ഖാകുല്ലഹു, നിങ്ങളെക്കാൾ കൂടുതൽ റബ്ബിനെ ഭയപ്പെടുന്നവൻ ഞാനാണ്. ഏറ്റവും വലിയ മുത്തഖി ലോകത്തുണ്ടെങ്കിൽ ഞാനാണ്, അഹങ്കാരമല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഏറ്റവും വലിയ മുത്തഖി ഞാനാണ്. അതുകൊണ്ട് ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നും എനിക്ക് നോമ്പല്ല, സ്ഥിരം പട്ടിണിയല്ല, നോമ്പില്ലാത്ത ദിവസങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കെന്നും രാത്രി നമസ്കാരമല്ല, എന്റെ ഭാര്യയോടുള്ള ധർമ്മമുണ്ട്, എന്റെ കണ്ണിനോടുള്ള ധർമ്മം ഞാൻ നിർവഹിക്കുന്നുണ്ട്. എന്നും നമസ്കാരമല്ല, ഫുൾ ടൈം രാത്രി നമസ്കാരമല്ല, ഉറക്കൊഴിച്ചിട്ട് ഉറങ്ങാറുണ്ട് ഞാൻ. അതേപോലെ തന്നെ വിവാഹം പോലും കഴിക്കാതെ റഹ്ബാനിയത്തിൽ ജീവിക്കുന്നവനല്ല ഞാൻ, മറിച്ചെനിക്ക് കുഞ്ഞുകുട്ടി പരാധീനങ്ങളുണ്ട്, അതിൽ ഞാൻ ഇടപഴകുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് എന്റെ ചര്യ. സുന്നതി ഫലൈസ മിന്നീ, ആരീ ചര്യകളെ വെറുക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല, നമ്മിൽപ്പെട്ടവനല്ല. എത്ര നല്ല കാര്യമാണ് ആ സ്വഹാബികൾ തീരുമാനിച്ചത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതായത് കൊണ്ട് സ്വീകരിക്കപ്പെട്ടില്ല. അപ്പൊ ഒരു അമല് ചെയ്യുമ്പോൾ അത് നല്ലതാണോ അല്ലേ എന്നുള്ള മാനദണ്ഡം പ്രമാണങ്ങളിൽ നിന്നാണ് തെരഞ്ഞെടുക്കേണ്ടത്. അതിനാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നേടാൻ പറ്റിയ പ്രമാണങ്ങളിൽ ഏറ്റവും മഹത്തായതാണ് അള്ളാന്റെ കലാമാകുന്ന ഖുർആനും അതിന്റെ വിശദീകരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസുകളും. ഈ 2 ആധാരത്തിലൂടെ ഉത്തമരായ സ്വഹാബത്ത് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ശ്രമിക്കലാണ് സഹോദരങ്ങളെ നല്ലത്. പക്ഷെ അതിന് പകരമായി പുത്തനാശയങ്ങൾ ഉണ്ടാക്കി ആളുകളെ വഴിതെറ്റിക്കുമ്പോൾ ആ ബിദഅത്താകുന്ന കാര്യങ്ങളെ വേർതിരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലെ? നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കൂഫ പള്ളിയില് ചില ആളുകൾ വട്ടത്തിൽ ഇരുന്നിട്ട് ഒരു ദിക്ർ ഹൽഖ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ചില ദിക്ർ ഹൽഖ, സാദാത്യങ്ങളും ആരിഫ്യങ്ങളും പങ്കെടുക്കുന്ന പ്രത്യേകമായ ദിക്ർ ഹൽഖ. ആ രൂപത്തിൽ ഒരു 100 കല്ല് വെച്ചിട്ട് ഒരാള് നേതൃത്വം കൊടുത്തിട്ട് പറയുകയാണെന്ത്, എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഓരോ കല്ലിങ്ങനെ എടുത്തു വെക്കുമ്പോൾ ചൊല്ലുക. ഇത് കണ്ടുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നു. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, വൈഹകും യാ ഉമ്മത്ത് മുഹമ്മദ്, ഈ ഉമ്മത്തിന്റെ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത്, നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, അവർ മരിച്ചിട്ടില്ല. നബി ഉപയോഗിച്ച വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല, റസൂൽ ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ ദീനിലേക്ക് വഴികേട് കൊണ്ടുവരികയാണോ? വഴികേടിന്റെ വാതിൽ നിങ്ങൾ തുറക്കുകയാണോ? ആ സമയത്ത് അവർ പറഞ്ഞത് എന്താണ്? അൽ ഖൈറു വമാ അറദ്നാ ഇല്ലാ, ഞങ്ങൾ ഇതുകൊണ്ട് നന്മയല്ലാതെ ഉദ്ദേശിക്കുന്നില്ല.
പുണ്യം കിട്ടണമെന്നാണ് മസ്ഊദെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറുപടി എന്താ? എത്രയെത്ര പേരാണ് നന്മ ഉദ്ദേശിച്ചിട്ട് അവർക്കത് ലഭിക്കാതെ പോയത്. എത്രയോ ആളുകൾ നന്മ ഉദ്ദേശിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ അഡ്രസ് ഇല്ലാത്ത പ്രവർത്തനങ്ങളായതുകൊണ്ട് അവർക്ക് പാഴായി പോയി. അതല്ലേ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിരുന്നത്? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാലാ അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനാ. ഒരുപാട് അമലുകൾ ചെയ്തിട്ട് നട്ടം പറ്റിയവരെ നബിയെ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഭർത്താവിന് ഗൾഫിലേക്ക് കത്തയക്കാണ് ഭാര്യ. ഇല്ലന്റ് നല്ലതാണ്, ലെറ്റർ പേഡ് നല്ലതാണ്, ഹാൻഡ് റൈറ്റിംഗ് ഉഷാറാണ്, നല്ല തെളിഞ്ഞ അക്ഷരം തന്നെയാണ്, ഫ്രം അഡ്രസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് എത്തേണ്ട അഡ്രസ് ഇല്ല, ഭർത്താവിന്റെ അഡ്രസ് ഇല്ല. എന്നിട്ട് കത്ത് പോസ്റ്റ് ചെയ്താൽ വീട്ടിൽ വരും, അല്ലെങ്കിൽ അവിടെ കിടക്കും, ഉദ്ദേശിച്ച സ്ഥാനത്തെത്തൂല. എന്ന പോലെ പടച്ച തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് കൂലി കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാം ദീനിൽ നമ്മളൊരു പുണ്യം ചെയ്യുകയാണെങ്കിൽ അതിന് അഡ്രസ് വേണം. അഡ്രസ് ഇല്ലാത്തത് അല്ലാഹു തആല സ്വീകരിക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം ദീനിന്റെ പ്രമാണം ഇത്ര പവിത്രമാണെങ്കിൽ ഈ ഇസ്ലാം ദീനിൽ അന്ന് ദീനിലില്ലാത്തത് ഇന്ന് ദീനിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മഹാനായ ഇമാം മാലിക് പറഞ്ഞതുപോലെ ആ രൂപത്തിൽ നമ്മൾ ദീനുൽ ഇസ്ലാമാകുന്ന ഈ വടവൃക്ഷത്തിലേക്ക് എത്തി നോക്കുമ്പോൾ അതിൽപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടെ ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റൂല. അതിൽപ്പെട്ട അടിസ്ഥാനപരമായ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മാല മൗലിദുകൾ. ഇന്നും നാളെയുമായി ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാല മൗലിദുകൾ. ഈ മാല മൗലിദുകൾ പാമരന്മാരായ ആളുകൾ വിചാരിച്ചിട്ടുള്ള എന്താ? ഇതിപ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബികൾ കൊടുത്ത്, സ്വഹാബികൾ അവിടുന്ന് താബിഈങ്ങൾ കൊടുത്ത്, അങ്ങനെ കേരളത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തും കടന്നു വന്ന പോരിശയാക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്, അല്ലെങ്കിൽ ആചാരമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഈ മാലയേക്കാൾ പഴക്കമുള്ള മൗലിദ് സമ്പ്രദായം ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്നത് എന്ന് മുതലാ? അത് നമുക്ക് പരിശോധിച്ചു നോക്കാം. മാലകളെയും മൗലിദുകളെയും എതിർക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ല, മഹാന്മാരെ ഔലിയാക്കന്മാരെ പരിഹസിക്കലാണ്, അവരോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നാ പറയാം, അല്ലെ? എങ്കിൽ നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം ഇസ്ലാം ദീനിൽ ഇതിന് വല്ല രേഖയുമുണ്ടോ എന്ന്. രേഖയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ല എങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന സന്ദേശം നമ്മൾ മുന്നോട്ട് വെച്ചത്. എന്തൊരു കാര്യം ദീനിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രമാണങ്ങളിൽ നിന്നാകണം പഠിക്കേണ്ടത്. നാട്ടു നടപ്പിനോ പൗരോഹിത്യത്തിനോ ഭൂരിപക്ഷത്തിനോ പാരമ്പര്യമായി ചെയ്തു എന്നതിനോ ഇസ്ലാം ദീനിൽ തെളിവില്ല. മറിച്ച് തെളിവുള്ളത് എന്താണ്? അത് ഖുർആനിലുണ്ടോ, സ്വഹീഹായ ഹദീസിലുണ്ടോ, മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ല എങ്കിൽ നമ്മളത് വലിച്ചെറിയണം. അത് എത്ര നല്ല കാര്യമായാലും ശരി. അതിൽപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ ഈ മൗലിദ് സമ്പ്രദായം. സത്യത്തില് ഈ മൗലിദ് സമ്പ്രദായം കൊണ്ടു നടക്കുന്ന ആളുകൾ അതിനെ പ്രമാണം ഉദ്ധരിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ പ്രവാചക സ്നേഹം പ്രസംഗിച്ചിട്ട് അവർ എഴുതി വിടുന്നതും പറഞ്ഞു വിടുന്നതും എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ 1000 മാസങ്ങളുടെ പുണ്യമുണ്ടെന്ന് പറഞ്ഞ ലൈലത്തുൽ ഖദറിനേക്കാൾ പോരിശയുള്ള ദിനമാണ് റസൂലുള്ളാഹി ജനിച്ച ദിവസം. അതേപോലെ തന്നെ ഓരോ വിശ്വാസികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പിന്നെ ആഘോഷ ദിവസങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അൽഹയും, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഈ പെരുന്നാളിനേക്കാളും ശ്രേഷ്ഠതയുള്ള ദിനമാണത്രേ റബീഉൽ അവ്വൽ 12 ആചരിക്കുക എന്നുള്ളത്. ഞാൻ വെറുതെ പറയല്ല. നോക്കൂ നിങ്ങൾ, 2002 മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ സുന്നി അഫ്കാറിൽ കാണാം, കഴിഞ്ഞുപോയ രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയാകുന്നു, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയതാണ് എന്ന് ഖുർആൻ പ്രസ്താവിച്ച ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ളത് നബി ജനിച്ച രാത്രിക്കാണ്. എന്ത്? ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളത് റസൂലുള്ളാഹി ജനിച്ച രാത്രിക്കാണ്. ഇനി കഴിഞ്ഞോ? ഇല്ല. വീണ്ടും എഴുതി നോക്കൂ, 1987 നവംബർ മാസം പുറത്തിറങ്ങിയ റിസാലയിൽ നബിദിനം മുസ്ലിമീങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം സർവ്വലോകത്തിന്റെ വിമോചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന നാളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് മറ്റേത് ആഘോഷമാണുള്ളത്? കണ്ടോ? അപ്പൊ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ള 2 പെരുന്നാളിനേക്കാൾ പോരിശയുള്ള ദിനമാണത്രേ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുക എന്നുള്ളത്. ശരി, അങ്ങനെ പോരിശയുള്ള ഒരു കാര്യം മുജാഹിദുകൾ ഒഴിവാക്കിയാൽ കുറ്റം തന്നെ. തെളിവുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയത്? എന്തുകൊണ്ടാണ് ഈ റബീഉൽ അവ്വൽ 12
സമൂഹത്തിൽ നടക്കുന്ന മൗലിദ് സമ്പ്രദായത്തെയും ജന്മദിനാഘോഷത്തെയും നമ്മൾ നഖശിഖാനം എതിർക്കുന്നത് എന്ന് പരിശോധിക്കണം. റസൂലുള്ളാഹിനോട് സ്നേഹമില്ലായിട്ടാണോ? അല്ല. ലോകത്ത് ഒരൊറ്റ പിന്നെ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയ ഒരു മുസ്ലിമിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ വേണ്ടേ എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. കാരണം എന്താ? നബിയെ സ്നേഹിക്കാത്തവൻ തന്നെക്കാൾ, തന്റെ കുടുംബത്തെക്കാൾ, തന്റെ സൗകര്യങ്ങളെക്കാൾ, എല്ലാറ്റിനേക്കാളും അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കാത്തവൻ മുസ്ലിം ആവൂല. ആകോ? ഇല്ല. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലൂടെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണെന്ത് പറഞ്ഞു കൊടുക്കൂ നബിയെ. നിങ്ങളുടെ എല്ലാ 8 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറയുകയാണെന്ത്? നിങ്ങളുടെ സഹോദരങ്ങള്, നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ സന്താനങ്ങള്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങള് തകരുമോ, നിങ്ങൾ മാന്യം സംഭവിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ കച്ചവടങ്ങള്, അതുപോലെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ പണം, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്, ഈ കാര്യങ്ങളെക്കാളെല്ലാം നിങ്ങൾക്ക് പ്രിയങ്കരമാകേണ്ടത് അല്ലാഹുവാണ്, അവന്റെ റസൂലാണ്, ആ മാർഗത്തിലുള്ള ജീവിതമാണ്. എന്നാൽ ഈ 3 കാര്യത്തെക്കാൾ ഈ 8 കാര്യത്തിനാണ് പ്രിയമെങ്കിലോ നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങളുടെ മൂർത്താവിലൂടെ പടച്ചറബിന്റെ ശിക്ഷ വരുന്നത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. തെമ്മാടികളായ ആളുകൾക്ക് അല്ലാഹു ഒരിക്കലും തന്നെ ഹിദായത്ത് കൊടുക്കൂല. അതുകൊണ്ട് നബിയെ സ്നേഹിക്കണോ വേണ്ടേ എന്ന വിഷയത്തിൽ മുജാഹിദുകൾക്കിടയിലോ സുന്നികൾക്കിടയിലോ തർക്കമേ ഇല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പ്രകടനമായി റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുമ്പോൾ അതിന് ദീനുൽ ഇസ്ലാമിൽ എന്ത് തെളിവുണ്ട്? അതാണ് നമ്മൾ പരിശോധിക്കാനുള്ളത്. അതിന് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂല് 40-ാമത്തെ വയസ്സിലാണ് വഹീ കിട്ടിയത്. 63-ാമത്തെ വയസ്സിലാണ് അവിടുന്ന് വഫാത്തായത്. ഈ 40 മുതൽ 63 വയസ്സ് വരെയുള്ള കാലഘട്ടം 23 കൊല്ലമാണ്. ഈ 23 കൊല്ലത്തിൽ സഹോദരങ്ങളെ ചുരുങ്ങിയത് 22 കൊല്ലമെങ്കിൽ റബീഉൽ അവ്വൽ കടന്നു പോയിട്ടില്ലേ? ഉണ്ട്. എങ്കിൽ നമ്മൾ ചോദിക്കുകയാണ്, ഒന്നാമത്തെ ചോദ്യം, നിഷ്പക്ഷമതികളായ ആളുകൾ ശ്രദ്ധിച്ചോളൂ, ഉസ്താദന്മാരിന്റെ റെക്കോർഡ് ചെയ്തോളൂ, കൃത്യമായി മറുപടി പറഞ്ഞു കൊടുക്കണം. 23 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വരെ പറഞ്ഞു, ചിരിച്ചപ്പോൾ പല്ല് എത്രണ്ണം കണ്ടു, അതുപോലെ തന്നെ പിന്നെ പ്രൈവറ്റ് റൂമിൽ വെച്ചുള്ള കാര്യങ്ങൾ പോലും അതുവരെ കൃത്യമായി ഹദീസിൽ വന്നിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്, അതുവരെ പ്രമാണത്തിലുണ്ട് എന്നല്ലേ പറഞ്ഞത്. എങ്കിൽ ചോദിക്കട്ടെ, 23 കൊല്ലക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനുൽ ഇസ്ലാം നമുക്ക് എത്തിച്ചു തന്നിട്ട് അതിൽ 22 കൊല്ലം റബീഉൽ അവ്വൽ കടന്നു പോയിട്ട് ഇന്നത്തെ പോലെ മീലാദ് മീറ്റ് വേണ്ട, ഇന്നത്തെ പോലെ മീലാദ് ഫെസ്റ്റ് വേണ്ട, ഇന്നത്തെ പോലെ റോഡ് ബ്ലോക്ക് ചെയ്യണ്ട, മീലാദ് കേക്ക് മുറിക്കണ്ട, ഒന്നും വേണ്ട. ഒരു 4 കാരക്ക എടുത്തിട്ട് 4 ഈത്തപ്പഴം എടുത്തിട്ട് ചുളയാക്കിയിട്ട്, അല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദീങ്ങളായ പിൽക്കാലത്ത് വന്ന റസൂലുള്ളാഹിന്റെ അനുചരന്മാരിൽ പ്രഗൽഭരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ഈ പ്രഗൽഭരായ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് ഇന്ന് റബീഉൽ അവ്വൽ 12 ആണ്, അതുകൊണ്ട് ഫബിദാലിക വൽഫറഹു, ഖുർആനിൽ ആയത്ത് നിനക്ക് അറിയില്ലേ അബൂബക്കറെ, സന്തോഷിച്ചോളൂ, എന്നെ കൊണ്ട് സന്തോഷിക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 4 ഈത്തപ്പഴം വിതരണം ചെയ്യുകയോ ഒരു 10 സ്വലാത്ത് അതിന്റെ പേരിൽ അധികം ചൊല്ലുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി പോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ കാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മൗലിദ് ആഘോഷിച്ചുകൊണ്ട്, ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നിട്ടുണ്ടോ? എന്നാ പിന്നെ അതെങ്കിലും പറയാം. കാരണം നബിന്റെ മൗലിദ് കഴിക്കുക എന്നുള്ളത് അതൊരു ക്രെഡിറ്റിന്റെ വിഷയമല്ലേ, ജനങ്ങൾക്കിടയിൽ പേരെടുക്കുന്ന വിഷയമല്ലേ. എന്നൊക്കെ പേരോട് ദുർവ്യാഖ്യാനം ചെയ്യണ പോലെ ദുർവ്യാഖ്യാനം ചെയ്തെങ്കിലും നോക്കാം. അതുകൊണ്ട് നബി കഴിച്ചില്ല, മറ്റൊരു കഴിച്ച് കാണിച്ചെന്നില്ലേ, അതുകൊണ്ട് നമുക്ക് കഴിച്ചുകൂടെ വഹാബിനെ ചോദിക്കാം. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാലത്തുള്ള പ്രവാചകന്മാരുടെ ജന്മദിനാഘോഷം കൊണ്ടാടിയിട്ടില്ല എന്ന് ഞാനല്ല പറയുന്നത്, മറിച്ച് 2006 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ അൽ മുഅല്ലിം മാസിക, KT മാനു മുസ്ലിയാർ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള മാസികയാണ്. അതിൽ പറയുന്നത് കേട്ടോളൂ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ
ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടുമില്ല. കണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ കാലത്തോ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന ഒരു സമ്പ്രദായമില്ല. നബി അങ്ങനെ മുൻപുള്ള ഒരു പ്രവാചകന്മാർ ജന്മദിനാഘോഷം കൊണ്ടാടി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കണ്ട, അങ്ങനെ സംഭവം തന്നെ ഇല്ല. എന്തു മനസ്സിലായി? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുറത്. നമ്മുടെ ഈ കാര്യത്തിലില്ലാത്ത ഏതെങ്കിലും ഒന്ന് ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫഹുറത്ത്, നിങ്ങളത് തള്ളിക്കളയേണ്ടതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം നടത്തി നമുക്ക് കാണിച്ചു തന്നിട്ടില്ല 23 കൊല്ലം പ്രവാചകനായിട്ട്. ഇനി നമ്മുടെ മൂലപ്രമാണങ്ങളായ ഖുർആനും സുന്നത്തും നമുക്കൊന്ന് പരിശോധിക്കാം. സഹോദരങ്ങളെ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനില് പരിശുദ്ധ റമദാനിന്റെ പുണ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? അന്ന് ഖുർആൻ അവതീർണമായ മാസമാണ് എന്ന് വ്യക്തമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റമദാൻ മാസം പോരിശയുള്ള മാസമാണെന്ന് ഖുർആൻ കൊണ്ട് തന്നെ തെളിയും. ഇനി സൂറത്ത് തൗബ 36-ാമത്തെ ആയത്തിലേക്ക് വന്നു നോക്കിയാലോ, മറ്റൊരു സ്ഥലത്ത് 4 മാസം പവിത്രമാണ്, ഫളലുള്ളതാണെന്ന് അല്ലാഹു പറയുന്നു. ഇന്ന ഇദ്ദത ശുഊരിൻ ദല്ലാഹി 12 ശഹറാ ഫീ കിതാബില്ലാഹി യൗമ ഖൽഖിസ് സമാവാതി വൽ അർള് മിൻഹാ 4 ഹുറൂം. അല്ലാഹു തആല പറയുകയാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ മാസത്തിന്റെ എണ്ണം നമ്മുടെ സന്നിധിയിൽ 12 എണ്ണമാണ്. ആ 12-ാം മാസത്തിൽ റബീഉൽ അവ്വലിലെ സഹോദരങ്ങളെ ഉണ്ട്. എന്നാ ഖുർആൻ പറയുന്നു അതിൽ 4 മാസം പുണ്യമുള്ളതാണ്, പവിത്രമുള്ളതാണ്. ഈ 4 മാസം ഏതാ? ഖുർആനിൽ എവിടെ തെരഞ്ഞാലും സാധ്യമല്ല, അത് കാണുകയില്ല. മറിച്ച് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 4662-ാം ഹദീസിൽ നോക്കിയാൽ കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അത് ദുൽഹജ്ജ്, ദുൽഖഅദ്, മുഹറം, റജബ്. റബീഉൽ അവ്വൽ കാണുന്നില്ല. 1000 മാസമുള്ള റബീഉൽ അവ്വലിന് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമുണ്ടെന്നും 2 പെരുന്നാളിനേക്കാൾ പോരിശുണ്ടെന്നും പറഞ്ഞ സാധനം ഖുർആനിൽ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. എവിടെ പോയി? ഇനി ഖുർആൻ പോട്ടെ, ഹദീസിലേക്ക് വന്ന് നോക്കുക. 6 ഗ്രന്ഥങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെടുന്ന പ്രഗത്ഭമായ സിയാഉസ് സിത്ത എന്ന് പറയുന്ന അബൂദാവൂദ്, ഇബ്നു മാജ, തിർമിദി, നസായി, അതുപോലെ ബുഖാരി, മുസ്ലിം. ഈ ഗ്രന്ഥങ്ങളൊക്കെ മറിച്ചു നോക്കിയാൽ അവിടെയൊക്കെ സഹോദരങ്ങളെ ഓരോ കർമ്മത്തിന്റെയും പുണ്യം പറയുന്ന അധ്യായങ്ങളുണ്ട്. നമസ്കാരത്തിന്റെ പുണ്യം പറയുന്ന അധ്യായം, കുടുംബജീവിതത്തിന്റെ പുണ്യം പറയുന്ന അധ്യായം, അങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ പറയുന്ന ഭാഗമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ 6 ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ബാബു ഫളൽ റബീഉൽ അവ്വലിന്റെ പുണ്യം പറയുന്ന ഒരു അധ്യായം എന്ന് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? ഇനി ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചയായ ജീവിതത്തിൽ അതില്ല, ഖുർആനിലില്ല, ഹദീസിലുമില്ല. ഇനി ശരി, സ്വഹാബത്തിന്റെ മാതൃകയിലുണ്ടോ നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സ്നേഹമില്ല എന്ന് പറയാം, പക്ഷെ റസൂലുള്ളാഹിനെ ജീവിതം സ്നേഹിച്ച് പ്രാവർത്തിക പദത്തിൽ ഇത് കാണിച്ചു കൊടുത്ത സ്വഹാബത്തിന് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലമാണ് ഖലീഫയായി കൊണ്ട് ഇസ്ലാമിക ഭരണചക്രം തിരിച്ചത്. ഈ 2 കൊല്ലത്തിൽ 1 കൊല്ലമെങ്കിലും ചുരുങ്ങിയത് റബീഉൽ അവ്വൽ കടന്നുപോയിട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജന്മദിനാഘോഷം സംഘടിപ്പിച്ചോ? അന്ന് പ്രത്യേകമായ മൗലിദ് പാരായണം ഉണ്ടാക്കിയോ? ഗദ്യമായും പദ്യമായും ഗദ്യപദ്യ സമ്മിശ്രമായും മഹാന്മാരുടെ മതങ്ങൾ പറയലാണ് മൗലിദെന്ന് നിങ്ങൾ നിർവചനം കൊടുത്തില്ലേ? ആ നിർവചനം എന്തേ സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലാകാതെ പോയോ? അവിടെ കാണുന്നില്ല. ഇനി മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കൊല്ലമാണ് ഇസ്ലാമിക ഭരണചക്രം തിരിച്ചത്. ഇസ്ലാം ആ കാലഘട്ടത്തിൽ സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. എന്നിട്ട് 9 കൊല്ലം റബീഉൽ അവ്വൽ കടന്നുപോയിട്ട് അല്ലാഹുവിന്റെ റസൂല് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ ആഘോഷിച്ചോ? സഹോദരങ്ങളെ, ഇല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടാടിയോ? ഇല്ല. ഇനി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 കൊല്ലമാണ് ഇസ്ലാമിക ചക്രം തിരിച്ചത്. ഈ ഖലീഫയായി 12 കൊല്ലം ഭരണം നടത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം കഴിച്ച മരുമകനായിട്ട് ആ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റബീഉൽ അവ്വൽ കൊണ്ടാടിയോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എവിടെയും നമുക്ക് തെളിവില്ല, എവിടെയും കൃത്യമായി പ്രമാണത്തിൽ അത് കാണാൻ സാധ്യമല്ല. ഇനി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 5 കൊല്ലമാണ് ഇസ്ലാമിക ഭരണം നടത്തിയത്. 4 കൊല്ലമെങ്കിലും ചുരുങ്ങിയത് സഹോദരങ്ങള് റബീഉൽ അവ്വൽ ആഘോഷത്തിന് കടന്നുപോയിട്ടില്ലേ? എന്നിട്ട് അവരാരെങ്കിലും ഇത് ആഘോഷിച്ചോ? ഇല്ല, ആഘോഷിച്ചില്ല.
എന്ന് വ്യക്തമായി നമുക്ക് കാണാം. അപ്പോ എന്റെ സമൂഹത്തിലെ ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പറയുന്ന മഹാന്മാരായ സ്വഹാബത്തിൽ തന്നെ, സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബികളിൽ തന്നെ ആദ്യമായി എണ്ണിയ പ്രഗത്ഭരായ 4 ആളുകളുടെ 32ഓളം കൊല്ലക്കാലത്തെ ഭരണജീവിതത്തില് സഹോദരങ്ങളെ അവരാരും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദാഘോഷം സംഘടിപ്പിച്ചില്ല, ജന്മദിനാഘോഷ സമ്പ്രദായം കൊണ്ടാടിയില്ല. ഇനി അവിടുന്ന് ദീന് കേട്ട് പഠിച്ച താബീങ്ങളിലുണ്ടോ? ഇല്ല. താബീങ്ങളിലുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്നാ അത് വന്നത്? അത് വ്യക്തമായിക്കൊണ്ട് തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ മവാഹിബുൽ ജലിയ എന്ന ബൈത്ത് കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാം, അത് ഹിജ്റ 300 ശേഷം വന്നതാം എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്ക എന്ന് പറയുന്ന സമ്പ്രദായം 3 നൂറ്റാണ്ടിന് ശേഷം ദീനിലേക്ക് വന്നതാണ്. സയ്യിദ് ബക്കറിന്റെ ആനത്തു താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പള്ളി ദർസിലൊക്കെ മുസ്ലിയാക്കന്മാർ കൈകാര്യം ചെയ്യാറുള്ള ഗ്രന്ഥമാണ്. അതിൽ പറയുന്നു, കാല സഖാവി പറയുന്നു, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദിൽ ഖുറൂനി സലാസ, ഈ മൗലിദ് എന്ന് പറയുന്ന സമ്പ്രദായം 3 നൂറ്റാണ്ടിന് ശേഷം ദീനിലേക്ക് വന്നതാണ്. അങ്ങനെ വന്നാൽ സ്വീകരിക്കാൻ പറ്റൂല. ഫഹുവ റദ്ദുൻ, നിങ്ങൾ തള്ളിക്കളയണം. അതുകൊണ്ട് തന്നെ ആ പ്രമാണമില്ലാത്ത കാര്യം പിൽക്കാലത്ത് കൊണ്ടുവന്നു. എങ്ങനെയാണത് കടന്നു വന്നത്? അത് ജൂതന്മാരിലൂടെ, ക്രിസ്ത്യാനികളിലൂടെ അവരവർ അമ്പിയാക്കന്മാരുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന സമ്പ്രദായം അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തുപോയ ഷിയാക്കൾ പകർത്തിയെടുക്കുകയും ആ ഷിയാക്കളിലൂടെ കേരളത്തിലേക്ക് അത് ഇറങ്ങി വരികയും ചെയ്തു. അതുകൊണ്ട് ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗവുമായി ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഫാക്കിഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് മൗലിദ് ആഘോഷത്തിന് സമ്പ്രദായത്തിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ? ലാ ഉലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന, ഈ മൗലിദാഘോഷത്തിന്, മൗലിദ് സമ്പ്രദായത്തിന് ഖുർആനിലോ സുന്നത്തിലോ തെളിവുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പറയുകയാണെന്ത്, പൂർവികരായിട്ടുള്ള സലഫുസ്വാലികളായ മുൻ മാതൃക നമുക്ക് പിൻപറ്റാൻ, മാതൃകാ യോഗ്യരായ പിൻപറ്റാനുള്ള ആ ആളുകളിൽ നിന്നും അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബൽഹുവ ബിദ്ആ, അത് സാക്ഷാൽ പുത്തനാചാരമാണ്. അഹ്ദസൽ ബത്താലൂന വശഹ്വത്തു നഫ്സുൻ യതനാബിയൽ ലക്കാലൂന, തീറ്റക്കൊതിയന്മാരായ ശാപ്പാട്ട് രാമന്മാർ ദീനിൽ ഉണ്ടാക്കിയ ആചാരമാണ്. കണ്ടോ, ദീനിൽ ഉണ്ടാക്കിയ ആചാരമാണ്. മെയ്യനങ്ങാതെ ആളുകളുടെ മുതൽ തിന്നാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടുണ്ടാക്കിയവരാണ് എന്ന് വ്യക്തമായി പറയാൻ. എന്തിനു ഞാൻ അതൊക്കെ പറയണം? 1981 ഡിസംബർ മാസം പുറത്തിറങ്ങിയ സുന്നി വോയിസിൽ തന്നെ വ്യക്തമായി അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പകർത്തിയ ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലത്ത് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. പിന്നെ പറയാണെന്ത്, ഹിജ്റ 4-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിം ലോകത്ത് ഈ സമ്പ്രദായം നിലവിൽ വന്നു. തദ്വിഷയമായി നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമാവുകയും ചെയ്തു. അപ്പോ ഹലാലായി സമ്പാദിച്ച് ഹറാമ് കരലാതെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അതൊന്നുമില്ല. പിന്നെ കുംഭവീർപ്പിക്കാൻ അവരവരുടെ ഉദരപൂർത്തീകരണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണല്ലോ റബീഉൽ അവ്വൽ 1 മുതൽ റബീഉൽ ആഖിർ 10 വരെയുള്ള 40 ദിവസം മുസ്ലിയാക്കന്മാരുടെ സമ്പന്നമായ മാസാണ്. അന്ന് പ്രത്യേകമായി ബാലൻസ് ഷീറ്റ് ഒപ്പിക്കുന്ന കാലാണ്. കുട്ടികളെ കെട്ടിക്കാനുള്ള മോരിയൊരു 1-2 പവനൊക്കെ ഉണ്ടാക്കും. അതേപോലെ തന്നെ പിന്നെ വീടിന് പെയിന്റ് അടിക്കാത്ത മുസ്ലിയാക്കന്മാര് വീടിന് പെയിന്റ് അടിക്കും. അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള കടങ്ങളൊക്കെ തീർക്കാത്തുള്ള ആ മാസത്തിലാ തീർക്കുക. കാരണം എന്താ, ഈ മാസത്തിൽ മൗലിദുകൾ ഓതിക്കൊണ്ട് വീട് വീടാന്തര കയറി ഇറങ്ങിക്കൊണ്ട് പള്ളികളിലും അതുപോലെ തന്നെ നാട്ടിലൊക്കെ മുഴുവൻ ഇതിന്റെ പേരിൽ ഒരുപാട് ബുർദാ മജ്‌ലിസുകളും ഇഷ്കേ റസൂലുകളും അതുപോലെ ഹുബ്ബുർ റസൂലും പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞിട്ടും മൗലിദ് പാരായണ സദസ്സ് എന്നും പറഞ്ഞിട്ടും നിരന്തരം കൊണ്ടിടക്കുക. അപ്പൊ ആളുകൾ വിചാരിക്കുന്നത് ഏതായാലും ഇതിന് തെളിവില്ല, എന്നാലും ഒരു നല്ല കാര്യമല്ലേ, പുണ്യം കിട്ടുന്ന കാര്യമൊന്നല്ലെങ്കിലും മഹാന്മാരെ മദ്ഹ് പറയല്ലേ, റസൂലുള്ളാഹിനെ കുറിച്ച് പുകഴ്ത്തല്ലേ. സഹോദരങ്ങളെ, മാല മൗലിദിലേക്ക് ഇറങ്ങി നോക്കിയാൽ അവിടെ യഥാർത്ഥത്തിൽ പുകഴ്ത്തലല്ല, മറിച്ചത് മുഴുവൻ ഇകഴ്ത്തലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി പുകഴ്ത്തലാണെങ്കിൽ തന്നെ
അങ്ങനെ പുകഴ്ത്തുക എന്നുള്ളത് പ്രമാണത്തിലില്ലാത്ത രൂപത്തിൽ ചെയ്യാൻ പറ്റുമോ? പ്രത്യേക ദിവസം നിശ്ചയിച്ച്, പ്രത്യേക മാസം നിശ്ചയിച്ച്, അതിന് ഇത്ര കൂലിയുണ്ട് എന്ന് പറഞ്ഞ്, ലൈലത്തുൽ ഖദ്ർ പുണ്യുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരു പുതിയ രൂപത്തിൽ മെനഞ്ഞുണ്ടാക്കിയാലോ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് നബി കൊണ്ടുവന്ന ദൗത്യത്തിൽ റസൂൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ ആരോപിക്കുന്നത്. മാലിക് തങ്ങളുടെ വാക്ക് പോലെ ഇരിക്കും. അതുകൊണ്ട് ഫമാലമക്കുൻ യൗമദിൻ ദീന ഫലാ യകൂന അൽയൗമ ദീന. അന്ന് ദീനിലില്ലാത്തത് ഇന്ന് ദീനിലുണ്ടാവാൻ പാടില്ല. റബീഉൽ അവ്വൽ ആഘോഷം അന്ന് ദീനിലില്ല, മൗലിദ് സമ്പ്രദായം അന്ന് ദീനിലില്ല. അതുകൊണ്ട് തള്ളിക്കളയണം. പേരോട് അബ്ദുറഹിമാൻ സഖാഫി തന്നെ വ്യക്തമായി കൊണ്ട് അങ്ങനെ ദീനിലില്ലാത്തൊരു കാര്യം ഒരാൾ കൊണ്ടുവന്ന തള്ളിക്കളയണമെന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ. കർമ്മങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അത് മാറ്റം വരുത്തുന്നതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ. അപ്പോ ദീനിൽ ഉൾപ്പെടാത്തത് കൊണ്ടുവരുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയാ. അത് കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് റസൂലുള്ള പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തള്ളിയിട്ടില്ല എന്ന് മാത്രല്ല, അത് മാറോട് അണച്ചു പിടിച്ച് അതിന്റെ കൂടെ തങ്ങളുടെ കൂടെ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് വഴികേടിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയവരാണ് ഈ തരത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിക്കുന്നത് അബ്ദുൽ വഹാബിലേക്കല്ല, ഇബ്നു തൈമിയയിലേക്കല്ല, ഏതെങ്കിലും വ്യക്തികളിലേക്കല്ല, മറിച്ച് 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി നമ്മുടെ മുമ്പിൽ വിട്ടേച്ചു പോയ സരളമായ ലളിതമായ മാതൃകയിലേക്കാണ് എന്ന് വ്യക്തമായി ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരുപാട് ഗദ്യമായും പദ്യമായും മൗലിദുകളും മാലകളും ഇറങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ പേരിൽ മാത്രമല്ല, അവിടുന്ന് ഇങ്ങോട്ട് നബിയിൽ നിന്ന് തുടങ്ങി പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേരിൽ, അവിടുത്തെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ പേരിൽ, പിന്നീട് ബദരീങ്ങളായിട്ടുള്ള ആളുകളുടെ പേരിൽ, ഉഹുദീങ്ങളുടെ പേരിൽ, അതേപോലെ തന്നെ പരിഷ്കർത്താക്കളായി കടന്നു വന്നിട്ടുള്ള ഷെയ്ഖ് ജീലാനി, ഷെയ്ഖ് റിഫായി, അതുപോലെ മമ്പ്രന്തങ്ങൾ തുടങ്ങി പല ആളുകളുടെ പേരിലും ഒരുപാട് കള്ളക്കഥകളും ശിർക്കിലേക്ക് എത്തുന്ന ഒരുപാട് ആശയങ്ങളും അതുപോലെ തന്നെ നിരന്തരമായ ശിർക്കൻ പ്രാർത്ഥനകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കള്ളചാരങ്ങളുടെ പേരിൽ അതും വേറെ. ഇങ്ങനെ ഈ സമൂഹത്തിലേക്ക് ഹോൾസെയിലായും റീറ്റെയിലായും ഇതെല്ലാം അടിച്ചുവിട്ട് സമൂഹത്തിന്റെ മുതുകിൽ ഇത് കെട്ടിവെച്ച് അങ്ങനെ സമൂഹത്തെ കൊണ്ട് പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ. അതുകൊണ്ട് മാല മൗലിദുകളെ കുറിച്ച് ഒരു ചെറിയ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. വലിയ സർജറി നടത്താൻ ഇവിടെ സമയമല്ല, ചെറിയ രൂപത്തിൽ സാമ്പിളുകൾ മാത്രം പറഞ്ഞു പോകുക. ഒന്നാമതായി നമുക്കറിയാം മങ്കൂസ് മൗലിദ്. ഈ തലതിരിഞ്ഞ മൗലിദ് എന്ന അതിന്റെ പേര് തന്നെ. ഈ മങ്കൂസ് മൗലിദിൽ തുടങ്ങുന്നത് തന്നെ അള്ളാന്റെ റസൂലിനെ കുറിച്ച് പച്ച നുണ പറഞ്ഞിട്ടാണ്. ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ കള്ളക്കഥ പറഞ്ഞിട്ട് അത് തുടങ്ങണേ. പക്ഷെ ബിസ്മി ചെല്ലുണ്ട്, വെള്ള തുണിയിട്ട് തലയിണ വെച്ച് അതിന്റെ മുകളിൽ തുണിയിട്ട്, അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാരൊക്കെ വന്ന് കുന്തിരിക്കം പുകപ്പിച്ച് ചന്ദനത്തിരി കത്തിച്ച് ആദരവോടുകൂടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മുതൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. നമ്മളെ പോലെ നല്ല അതിന് പ്രത്യേക ട്യൂണുണ്ട്. പണക്കാരെ വീട്ടിൽ ചെന്നാൽ ഹർക്കത്തും പുള്ളിയൊക്കെ നല്ലോണം വെളിവാകും, അലക്കിൽ നിന്ന് ശബ്ദം കെട്ട് ഉയരും. പാവപ്പെട്ടവന്റെ വീട്ടിൽ വന്നാലോ അത്ര ഈമാൻ ഉണ്ടാവൂല, അത്ര താല്പര്യം ഉണ്ടാവൂല. കാരണം എന്താ, 500 കിട്ടിയാൽ 50 കിട്ടിയാലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ 500 കിട്ടുന്നോടത്ത് ചിലപ്പോ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ എന്നൊക്കെ പറയും. പാവപ്പെട്ടവന്റെ വീട്ടിലാണെങ്കിലോ സുബ്ഹാനല്ലാഹി അത്ലഅ ഫീ ശഹ്രി വസമ്മാഹു മുഹമ്മദാ പതുക്കാണ് പറഞ്ഞിട്ട് ഒഴിവാക്കും. അപ്പൊ ഇതന്നെ യഥാർത്ഥത്തില് പണത്തിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട്. അതാണുള്ള സകല മൗലിദ് കിതാബിന്റെയും അവസാനത്തിൽ ഉണ്ടാവും ഒജീനിച്ചിന് എഴുതുക. എന്താ? ഈ സദസ്സിന് പിരിശം വെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയവര്, ഭക്ഷണം ഉണ്ടാക്കിയവർക്കൊക്കെ പ്രത്യേകമായ ദുആ.
കണ്ടോ? അതൊക്കെ ആചാരങ്ങൾ കഴിക്കലാ. മൗലിദ് കഴിക്കുക, ആണ്ട് കഴിക്കുക, ഉറൂസ് കഴിക്കുക, കണ്ടോ? എല്ലാം കഴിക്കലാണ്. ഇവരുണ്ടാക്കിയതൊക്കെ കഴിക്കലാണ്. അപ്പൊ ആ രൂപത്തില് വയറന്മാരുണ്ടാക്കിയ ആചാരമായത് കൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കഥ എന്താണെന്നറിയോ? റബീഉൽ അവ്വൽ മാസത്തിൽ സന്മാർഗ ദീപമായ പ്രവാചകനായ ചന്ദ്രനെ ഉദിപ്പിച്ച അള്ളാഹു പരിശുദ്ധൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്മാർഗ ദീപമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാൻ അള്ളാഹു തആല അയച്ച സിറാജ മുനീറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഏതർത്ഥത്തിലാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ട്യൂബ്ലൈറ്റ് പോലെ എന്നുള്ള അർത്ഥത്തിലല്ല. ഇരുട്ടിൽ നിന്ന് സകലമായ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു തആല നിയോഗിച്ച ഒരു ചന്ദ്രൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണെന്ത്? ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നബിയുടെ പ്രകാശം അവൻ സൃഷ്ടിച്ചു. അവർക്ക് മുഹമ്മദ് നബി എന്ന് പേരും നൽകി. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, പച്ച നുണയന്മാരുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. ആ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളത്തരം ഉണ്ടാക്കിയിട്ട് നുണ പറഞ്ഞിട്ട് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് റിസർവേഷൻ ചെയ്യട്ടെ എന്നാണ് റസൂലുള്ള പറഞ്ഞു. സഹോദരങ്ങളെ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശമാണ് ആദ്യം ഉണ്ടാക്കിയത് എന്ന ഈ കള്ളക്കഥ സ്ഥാപിക്കാൻ ജാബിർ റളിയല്ലാഹുവിന്റെ പേരിൽ ഒരു ദഈഫായ ഹദീസും വരെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആദ്യമായി പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് കലമാണ്. സ്വഹീഹായ ഹദീസുള്ളതാ. എന്നിട്ട് ഉണ്ടാകാൻ പോകുന്നതെല്ലാം കലമിനോട് എഴുതാൻ പറഞ്ഞു എന്നാ. പക്ഷേ ആ ഹദീസിന്റെ യാഥാർത്ഥ്യം മാറ്റിവെച്ച് ഇവിടെ ഈ കള്ള ഹദീസ് കുത്തിതിരികിയിട്ട് മങ്കൂസുകാരതിന് തെളിവുണ്ടാക്കുകയാണ്. എന്നിട്ട് പിന്നെ കുറെ പോരിശകൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ തുടങ്ങുന്നത് എന്താണെന്നറിയോ നിങ്ങള്? ഈ പ്രകാശത്തിന്റെ കള്ളക്കഥ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് തുടങ്ങുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇസ്ലാം വെറുക്കപ്പെട്ട ശപിക്കപ്പെട്ട ശിർക്കൻ ആചാരങ്ങളിലേക്കാണ് പിന്നെ അതിനെ കൊണ്ടുപോകുന്നത്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കേട്ടോളൂ. അല്ലാഹു വല്ലദീ തവസ്സല ബിഹി ആദം വഫ്തഖറ ബിഖൗനിഹി വാലിദാ വസ്തഗാത ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ وقال في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار له بها مخمدا. അലാ, നിങ്ങൾ അറിയണം, ഹുവല്ലദീ തവസ്സല ബിഹി ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തവസ്സുൽ ചെയ്തിട്ടുള്ളത്, ഇടതേടിയിട്ടുള്ളത് മുഹമ്മദ് നബിയെ കൊണ്ടാണ്. അഥവാ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശം ഈ പ്രപഞ്ചത്തിന്റെ ആദ്യത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഭൂമി ലോകം സൃഷ്ടിക്കുന്നതിന്റെ ആകാശ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രകാശത്തിൽ നിന്നാണ് തവസ്സുൽ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുൽ ചെയ്തി. മാത്രമല്ല അങ്ങനെ പേരക്കുട്ടിയായി വരാൻ പോകുന്ന ആദം നബിയെ കൊണ്ട് മുഹമ്മദ് നബിയെ കൊണ്ട് എന്ത് ചെയ്തു എന്നാണ്? അങ്ങനെ ഖിബർ നടിച്ചു, അല്ലെങ്കിൽ ഫഖർ നടിച്ചു എന്നാ പറയുന്നത്. ഒരു അമ്പിയാക്കൾ അത് ചെയ്യോ? ഫഖർ നടിക്കോ? ഇല്ലല്ലോ. പക്ഷേ കള്ളക്കഥകൾ പറയാൻ സഹോദരങ്ങളെ. എന്നിട്ട് പിന്നെ പറയുന്നതോ നൂഹ് നബി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് സഹായം തേടി, അപ്പോൾ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. നൂഹ് നബി കപ്പലിൽ പോയി തൂഫാനുണ്ടായ സമയമൊക്കെ നമുക്കറിയാം. അവിടെ അല്ലാഹു തആല ബലമേൽപ്പിച്ചു എന്ന് ഖുർആൻ പറയാണ്. പക്ഷേ ഇവിടെ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി അങ്ങനെ രക്ഷപ്പെട്ടു. وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار له بها مخمدا. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഗ്നിയിലേക്ക് എറിയപ്പെട്ട സമയത്ത് നബിയുടെ പ്രകാശം മുതുകിലുണ്ടായിരുന്നു. അനന്തരം ആ തീ അങ്ങോട്ട് കെട്ടുപോയി. അപ്പൊ നൂഹ് നബിയും ആദം നബി ഇബ്രാഹിം നബിയൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ വെച്ച് അള്ളാഹുവിലേക്ക് അടുത്തു, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പൊ പല വാദപ്രകാരം തെളിയുന്നത്. എന്നാൽ ഇത് ഖുർആനിൽ തെളിവുള്ള സംഗതിയാണോ? ഖുർആനിൽ എവിടെയെങ്കിലും ഈ ചരിത്രം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖുർആൻ പറഞ്ഞ ചരിത്രം എന്താ സഹോദരങ്ങളെ? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതു ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അങ്ങനെ ആദം തന്റെ നാഥനിൽ നിന്ന് വചനങ്ങൾ പഠിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ പശ്ചാത്താപം പടച്ചവൻ അത് സ്വീകരിക്കുകയും ചെയ്തു. അല്ലാഹു തആലയിൽ നിന്ന് വചനം ഇറക്കി കൊടുത്തു. ആ വചനം വെച്ച് തൗബ ചെയ്തു. എന്താണ് ആ വചനം? പ്രാർത്ഥനയായിരുന്നു അത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫ് 23-ാമത്തെ ആയത്തിൽ പറയാൻ ഖാല, അവിടുന്ന് പറയുന്നു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ
ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടുപേരും ആദമും ഹവ്വായും റബ്ബിനോട് പറഞ്ഞു, ഞങ്ങളുടെ നാഥ, സ്വന്തത്തോട് തന്നെ ഞങ്ങൾ അക്രമം ചെയ്തു പോയി റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, ഞങ്ങളോട് നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോകുമെന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹയോടാണ് തേടിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടയിൽ വെച്ചു എന്ന് മങ്കൂസുകാരൻ പ്രമാണവിരുദ്ധമായി പറഞ്ഞതാണ്. അത് ശിർക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞതാണ്. അത് പ്രമാണവിരുദ്ധ. മഹാനായ നൂഹ് നബിയോ വഖാല ലഹു റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. സൂറത്തുൻ നൂഹ് 26-ാം അധ്യായത്തിൽ കാണാം. നൂഹ് നബി പറയുകയാണ്, എന്റെ നാഥാ, ഭൂമുഖത്ത് സത്യനിഷേധികളിൽപ്പെട്ട ഒരുവരെയും നീ ബാക്കിയാക്കരുതേ തമ്പുരാനെ. അങ്ങനെ അല്ലാഹു തആലയുടെ കൃത്യമായ മേൽനോട്ടത്തിൽ ആ കപ്പൽ സഞ്ചരിച്ചു രക്ഷപ്പെട്ടു എന്ന് ഖുർആൻ പറയുമ്പോൾ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം, ആ പ്രകാശത്തിലൂടെ അല്ലെങ്കിൽ റസൂലുള്ളാഹി ഇടയിൽ വെച്ചുകൊണ്ടാണ് നൂഹ് നബി രക്ഷപ്പെട്ടത് എന്ന കള്ളക്കഥയാണ് മങ്കൂസുകാരൻ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദ് എന്ന രാജാവ് തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോഴോ അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ആരോടാ? വ്യക്തമായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന ആഖിറു ഖൗലുഹു ഇബ്രാഹിമ ഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ അവിടുത്തെ അവസാനത്തെ വാചകം എന്തായിരുന്നു? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. എനിക്ക് എന്റെ അല്ലാഹു മതി, അവനാണ് ഏറ്റവും പരമേൽപ്പിക്കാൻ ഉത്തമൻ. ആ തഖ്വക്കലോടുകൂടി തീയിലേക്ക് എടുത്തു ചാടിയ ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല തീയിനെ അണച്ചു കൊടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്, അല്ലേ? ഖുല്ലായാ നാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീനോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമാകെ. പക്ഷെ മങ്കൂസുകാരൻ പറയുന്ന കഥ നോക്കൂ നിങ്ങൾ, വാസ്തവ വിരുദ്ധമാണ്, അല്ലേ? എന്ന സഹോദരങ്ങളെ, പിന്നീട് മങ്കൂസിൽ തന്നെ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് കാണാൻ പറ്റുന്ന മറ്റൊരു കഥ എന്താണെന്നറിയോ? മറ്റൊരു കഥ ഇതുപോലെ തന്നെ ഈ അമ്പിയാക്കന്മാരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ഇടതേടി എന്നുള്ള മറ്റൊരു റിപ്പോർട്ടാണ്. നോക്കൂ നിങ്ങൾ. വറുവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാല കുൻത നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബല അൻ യഖ്ലഖ ആദമ ബിഅൽഫി ആമിൻ യുസബ്ബിഹു അല്ലാഹു ദാലിക അന്നൂർ വതസ്ബിഹുൽ മലായികതു ബിതസ്ബീഹി. വറുവിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരിൽ നിന്നൊന്നുമില്ല. ഈ പഞ്ചായത്ത് കുളത്തിന്റെ അടുത്തും പഞ്ചായത്ത് ടാപ്പിന്റെ ഒക്കെ മുമ്പിൽ നിന്നിട്ട് സ്ത്രീകൾ സംസാരിക്കാറുള്ള വർത്താനം പോലെ നിങ്ങൾ കേട്ടിട്ടില്ല ഒരു വർത്താനം. അതിനൊരു അടിസ്ഥാനം ഉണ്ടാവില്ല, ഉണ്ടാവോ? ഇല്ല എന്ന പോലെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശമായി ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ എന്താ? ഭൂലോകം സൃഷ്ടിക്കുന്നതിന്റെയും മുമ്പ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിന പ്രകാശം ഉണ്ടാക്കിന. എന്നാൽ പിന്നെ പറയുന്നതോ 2000 കൊല്ലം മുമ്പ്. ജഅല മൗലിദിൽ പറയുന്നതോ അതിന്റെ അപ്പുറവും എന്നാണ്. ഇങ്ങനെ ഓരോ മൗലിദുകളും വൈരുദ്ധ്യങ്ങളാണ്, വ്യത്യസ്തമായ ഡേറ്റുകളും ദിവസങ്ങളുമാണ്. ഏതായാലും സഹോദരങ്ങളെ, ഇവിടെ പറയുന്നത് ഈ പ്രകാശം സൃഷ്ടിച്ചപ്പെട്ടിരുന്നു. ആ പ്രകാശം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഫലമ്മാ ഖൽഖല്ലാഹു തആല ആദം അലൈഹിസ്സലാം അൽഖാ ദാലിക അന്നൂറ ഫീ തീനതിഹി ഫഹബതനി ഫീ സുൽബി ആദം അലൈഹിസ്സലാം ഇലൽ അർളി وجعلني في سفينة في صلب نوح عليه السلام وجعلني في صلب خليل إبراهيم عليه السلام حين قذف فيه بالنار. നോക്കൂ നിങ്ങൾ. പിന്നെ പറയുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു തആല ഈ മണ്ണിൽ മുഹമ്മദ് നബിയുടെ പ്രകാശത്തെ കൂട്ടിക്കൊയച്ചു. ഈ കൗതുക വാർത്ത ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً. ഭൂമിയിലേക്ക് ഖലീഫയായി നിയോഗിക്കാൻ ഞാൻ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുകയാണ് എന്ന് അല്ലാഹു പറഞ്ഞു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പടച്ചിറപ്പ് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. കൃത്യമായി ഖുർആനിലുണ്ട്. പക്ഷേ അവിടെ മുഹമ്മദ് നബിയുടെ പ്രകാശത്തെ കൂട്ടിക്കുഴച്ച കള്ളക്കഥ ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഇല്ല. മാത്രമല്ല സഹോദരങ്ങളെ, ആദം നബിയുടെ മുതുകിലായിരുന്നു ഈദ്. അതുകൊണ്ട് തന്നെ ആ മുതുകിൽ നിന്ന് പിന്നെ നൂഹ് നബിയുടെ മുതുകിലേക്ക് അത് ചാടി. നൂഹ് നബിയുടെ മുതുകിൽ നിന്ന് പിന്നീട് ഇബ്രാഹിം നബിയുടെ മുതുകിലേക്ക് എത്തി. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളുടെ
മുതുകിലൂടെ കടന്നു വന്ന് അത് റസൂലുള്ളാഹിന്റെ മാതാവിന്റെ ഗർഭാശയത്തിലൂടെ അത് മുഹമ്മദ് നബിയായി പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ ഈ കഥ അദ്വൈതവാദത്തിലേക്ക് കൊണ്ടുപോയി മുട്ടിക്കുകയാണ്. അഥവാ സൃഷ്ടാവ് എന്നില്ല, എല്ലാം സൃഷ്ടാവാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയും അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ പടച്ചവൻ തന്നെയാണ് എന്നതിലേക്കാണ് എത്തിക്കുന്നത്. അതാണല്ലോ വഹദത്തുമാല എന്ന KVM ബണ്ടാവൂരിന്റെ രചനയിൽ അതിന്റെ പരിഭാഷയിലൊക്കെ കാണാം. ആ മാലയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആ മാലയിൽ പറയുന്നത് ആദി ഒളിവായി അത് താൻ വെളിവായി അത് ആദമായി വന്ന് ലുഹൂറായി. ആദി അവൽ അല്ലാഹു, അത് വെളിവായി ആദം നബിയായിട്ട് വന്ന് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് എത്തി. ആര്? അല്ലാഹു. പിന്നെയോ അംബിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്തതു തന്നെ വന്ന്. അമ്പിയാക്കൾ ഔലിയാക്കളായിക്കൊണ്ട് ഭൂമിയിലേക്ക് വന്നതൊക്കെ അല്ല തന്നെയാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാ? അല്ലാഹ് വിളിച്ചോളി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാ? അവരുടെ ഭാഷ പ്രകാരം അല്ലാഹ് തന്നെയാണ്. മുഹ്യിദ്ദീൻ ശൈഖ് ആരാണ്? അല്ലാഹ് തന്നെയാണ്. സംശയമല്ല. കാരണം എന്താ? പൂർത്തീകരിത്തതിൽ പിന്നെ വെളിവായി പെരുത്ത് ലുഹൂറാത്തുകൾ ഒലിമാരായി അത് ലാഹിറാകും അവസാനത്തോളോ അത് നീലച്ചാലങ്ങ് നാളവസാനോ. റസൂലുള്ളാഹിലൂടെ അത് പൂർത്തീകരിച്ചോ? ഇല്ല. പിന്നെ ഔലിയാക്കന്മാരിലൂടെ മാറി മാറി വന്ന് അവസാനം അങ്ങനെ അവസാനത്തെ ഔലിയാക്കളിലൂടെയും വന്ന് നിൽക്കുമ്പോഴേ ലോകാവസാനം തുടങ്ങുള്ളൂ എന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഈ വഹദത്ത് മാലയ്ക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ KVM ബണ്ടാവൂർ എന്ന തിരുവടികൾ പറഞ്ഞതെന്ത്? ബല്ലെ നിലത്തിന്നും എന്നെ വിളി പോർക്ക് ബൈകൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് ഭൂമിയിൽ നിന്ന് എപ്പം ഏത് സമയത്ത് വിളിച്ചാലും വായ കൂടുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാം. അല്ല പോലും പറയാത്ത ഗ്യാരണ്ടിയാണത്, അല്ലേ? വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന ഇസ്തക്ബറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹു പറയാണ്, എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അപ്പൊ തന്നെ ചെയ്യാ, പിന്നെ ചെയ്യാ. മരിക്കുന്നതിന് മുമ്പ് തന്നെ തരാന്ന് പറഞ്ഞോ? ചിലപ്പോ മരിക്കുന്നത് വരെ കിട്ടിയില്ല എന്ന് വരും, ചിലപ്പോ പ്രാർത്ഥിച്ച ഉടനെ കിട്ടിയില്ല എന്ന് വരും, പിന്നെ കിട്ടിയെന്ന് വരും. പക്ഷെ ഇവിടെ വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യുന്നതാണ്. എന്താ ഇതിന് കാരണം എന്നറിയോ നിങ്ങള്? അതിന് ഇദ്ദേഹം വ്യാഖ്യാനം കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കുമ്പോൾ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ ആലമാണ്. ഗൗസുൽ ആലമിനെ വിളിക്കുമ്പോൾ ഉത്തരം ചെയ്യുന്നത് അല്ലാഹു ആണ്. പിന്നെ എന്താണ് പ്രയാസം? അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ലാഹുവിനെ വിളിച്ചാലും മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചാലും തുല്യമാണ്. എവിടേക്കാണ് ഈ സമൂഹത്തിലെ പണ്ഡിതന്മാര് ഏത് വികലമായ ആദർശങ്ങളിലേക്ക് അവർ കൊണ്ടുപോകുന്നത് നോക്കൂ നിങ്ങൾ. അപ്പൊ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ കള്ളക്കഥകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് ഇങ്ങോട്ടാണ്. എന്നാൽ ഏറെ രസകരമായ ഒരു കാര്യം, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമല്ലാത്ത പ്രമാണങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങളും തെറ്റുകളും ഉണ്ടാവും. ഷാഫി ഇമാം പോലും പറഞ്ഞ എന്താ? എന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയത് മുഴുവൻ ശരിയെന്നല്ല, ഇതിൽ തെറ്റുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? അല്ലാഹു യഖൂൽ, പടച്ചവൻ പറഞ്ഞു, വലൗ കാന മിൻ ഗൈരില്ലാഹി ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറാ. ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ ഇതിൽ ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ കാണും. അപ്പൊ ഖുർആനും ഹദീസും അല്ലാഹു തആലയിൽ നിന്ന് പവിത്രമായി ഇറക്കപ്പെട്ടത് കൊണ്ട് അതിൽ വൈരുദ്ധ്യങ്ങളില്ല, തെറ്റുകളില്ല, അതിൽ പിന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല. മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനുണ്ട്. മാലമൗലിദിലേക്ക് ഇറങ്ങി നോക്കിയാലോ പരിണാമ സിദ്ധാന്തം പോലെയാണ്, നിരവധി വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. കാരണം അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ പ്രകാശം സൃഷ്ടിച്ചു എന്നൊരു ഭാഗത്ത്, ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പാണ് നബിന്റെ പ്രകാശം ഉണ്ടാക്കിയെന്ന് മറ്റൊരു ഭാഗത്ത്. ജഅൽ മൗലിദിലോ വേറൊരു ഡേറ്റ് ആണ്. എന്നാൽ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ രചിക്കപ്പെട്ട വഹദത്തുൽ ലഭിക്കപ്പെട്ടിട്ടുള്ള കിതാബുകളിൽ കാണാം. എന്താണ്? അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പറഞ്ഞതല്ല, മറിച്ച് പിൽക്കാലത്ത് ജൂതന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇതിനെ പൊളിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട ബഹജത്തുൽ അസ്റാർ അലി ഇബ്നു യൂസുഫ് ശത്നൂഫി എന്ന ജൂതൻ രചിച്ചതാണ്. അതുപോലെ തന്നെ
അവർ ചൊന്ന ബൈത്ത് തക്മീല പോലെയുള്ള കിതാബ്. നമ്മളെ ഖാലി മുഹമ്മദ് എന്ന കോഴിക്കോട്ടുകാരൻ ഇതൊക്കെ മൊയ്തീമാല തെണ്ടിപ്പെറുക്കി എഴുതി കൂട്ടിയത് വിടുന്ന അല്ലേ? കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നവർ കോർവായി ഇതൊക്കെയും നോക്കിയെടുത്തോവർ അവർ ചൊന്ന ബൈത്തിലും ബഹജ കിതാബിലും അങ്ങനെ തക്മീല തന്നിന്നും കൊണ്ടോവർ. കോഴിക്കോട്ടുകാരൻ ഖാലി മുഹമ്മദ് ബഹജത്തുൽ അസ്റാർ തക്മീല അവർ ചൊന്ന ബൈത്ത് പോലെയുള്ളതിന് തെണ്ടിപ്പെറുക്കി എഴുതി കൂട്ടിയതാ മൊയ്തീമാല. ആ ബഹജത്തുൽ അസ്റാറിൽ ഒരു കഥകൾ കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ തന്നെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ. മാത്രമല്ല മങ്കൂസിൽ പറയുന്ന പോലെ ഓരോ അമ്പിയാക്കളും അപകടത്തിന് രക്ഷപ്പെടുത്ത റസൂലുള്ളാഹിനെ തവസ്സുലാക്കിയിട്ടാണ് മുഹമ്മദ് നബിയുടെ റൂഹും പ്രകാശത്തോടെ ഇടപെട്ടതുകൊണ്ടാണ് രക്ഷപ്പെട്ടെന്ന. എന്നാൽ ബഹജത്തുൽ അസ്റാറുകാരൻ പറയുന്നതോ അതിലേറെ വലിയ വൈരുദ്ധ്യങ്ങളാണ്. എന്താ പറയുന്നത്? നോക്കൂ നിങ്ങൾ, കേട്ടോളൂ. പറയാണ്, അനകുന്തു മഅനൂഹിൻ ബിഅലാ സഫീനതി ബിഹാറം വതൂഫാനൻ അലാ കഫി ഖുദ്റതി. അനകുന്തു മഅനൂഹിൻ, ഞാൻ മുഹമ്മദിന്റെ കൂടെ പിന്നെ നൂഹ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ബിഅലാ സഫീനതി, കപ്പലിന്റെ ഉന്നതമായ സ്ഥാനത്ത് ഉച്ചിയില്. മാത്രമല്ല ബിഹാറം വതൂഫാനൻ അലാ കഫി ഖുദ്റതി, എന്റെ കുതിർത്താകുന്ന കൈപ്പത്തിയിലാണ് കപ്പൽ സഞ്ചരിച്ചത്. ആരെ? മുഹ്യിദ്ദീൻ ശൈഖിന്റെ. ഈ കഥയിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിയിട്ട് രക്ഷപ്പെട്ടു എന്നാ. ഇവിടെ പറയുന്ന മുഹ്യിദ്ദീൻ ശൈഖായിരുന്നു കപ്പലിന്റെ മേലുണ്ടായിരുന്നു, മൂപ്പർ നിയന്ത്രണത്തിൽ അത് പോയത്. യഥാർത്ഥ ശൈഖല്ല, ഇവർ മാലയിൽ കെട്ടിച്ചമച്ച കള്ളക്കഥയാണ്. വിശുദ്ധ ഖുർആൻ ഇവിടെ എന്താ പറഞ്ഞത്? വഖാല ഇർകബൂ ഫീമാ ബിസ്മില്ലാഹി മജ്രിഹാ ഇന്ന റബ്ബീ ലഗഫൂറുർ റഹീം. നൂഹ് നബി തന്റെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ കയറിക്കൊള്ളുക, ഇതിന്റെ ഓട്ടവും നൃത്തവും ഒക്കെ പടച്ച തമ്പുരാന്റെ പേരിലാണ്, അല്ലാഹു തആലയുടെ നിയന്ത്രണത്തിലാണിത്. വെള്ളം ഉണ്ടാക്കിയതും വെള്ളം പറ്റിയതും ഒക്കെ അല്ലാഹുവിന്റെ നിയന്ത്രണം തന്നെയാണെങ്കിൽ ഇവിടെ ഞാനായിരുന്നു അത് കൈകാര്യം ചെയ്തത്. കഴിഞ്ഞോ? ഇല്ല. പിന്നെ പറയുന്നത് കേട്ടോളൂ. വകുന്തു മാ ഇബ്രാഹീമ മുൽഖം ബിനാരിഹി വമാ ബാരദൻ നീറാന ഇല്ലാ ബിദാവതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ നമ്രൂദ് തീയിലെറിഞ്ഞപ്പോ ഞാൻ ഉണ്ടായിരുന്നു തീയിലിന്റെ കൂടെ, ഇബ്രാഹിം നബിന്റെ കൂടെ. ആര്? ഷെയ്ഖ് ജീലാനി ഉണ്ടായിരുന്നു. അങ്ങനെ ആ തീ കെട്ടുപോയത് എന്റെ ദുആ കൊണ്ടാണ്. പടച്ചോനാകപ്പാട് ഇടങ്ങാറായി. അപ്പൊ നൂഹ് പിന്നെ ഇബ്രാഹിമിനെ മുഹ്യിദ്ദീൻ ശൈഖിന്റെ ദുആയിരുന്നു. ആ ദുആ കൊണ്ട് അല്ലാഹു തആല കെടുത്തി കളഞ്ഞു എന്നാ ഖുർആൻ പറഞ്ഞതോ. അല്ലാഹു തആല തീയിനോട് പറഞ്ഞു, നീ സമാധാനമാകു, തണുപ്പാകു. ഏത് സ്വീകരിക്കണം? മാലെടുക്കണോ? ഈ തരത്തിലുള്ള പിന്നെ പൈശാചിക വചനങ്ങൾ എടുക്കണോ? അല്ല ഖുർആൻ സ്വീകരിക്കണോ? കേട്ടോളൂ. വീണ്ടും പറയുന്നു, അനകുന്തു മഅറാ ഇദ് ബിഹാ ഫിദാഹു വമാ നസലൽ കബ്ശാനി ഇല്ലാ ബിഫത്വതി. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഇബ്രാഹിം നബി അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ കഴുത്തിൽ കത്തിവെക്കാൻ നേരത്ത് അല്ലാഹു തആലയാണ് ആദമിനെ ഇബ്രാഹിം നബിയെ വിളിച്ചത്. എന്നിട്ട് താങ്കളുടെ സ്വപ്നം സത്യീകരിച്ചിരിക്കുന്നു, സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, അതുകൊണ്ട് അറുക്കേണ്ട ഒരു ആടിനെ അറുത്തോളൂ എന്ന് പറഞ്ഞ് അല്ലാഹു തആല ഇറക്കി കൊടുത്തത് കൃത്യമായി അല്ലാഹുവിന്റെ ഖുർആനിൽ ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് എന്താ നോക്കൂ, അതിന് നേരെ വിപരീതമാണ്. ഞാനായിരുന്നു ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും കൂടെ ഉണ്ടായിരുന്നത്. അവിടെ അറക്കാൻ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഞാനൊരു ഫത്വ കൊടുത്തു, ഒരാടിനാണ് ഇറക്കി കൊടുത്ത ആളെ പടച്ചോനെ. അല്ല കുടുങ്ങിയ എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പൊ മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു, ഒരു ആടിനാട് കൊടുത്താളാ. അങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചത്. ഏത് സ്വീകരിക്കണം? ചിന്തിച്ചോളൂ. കഴിഞ്ഞോ? ഇല്ല. അനകുന്തു മാ യഖൂബ ഫി അശ്ഫി ഐനിഹി വമാ ബാരിഅത് ഐനാഹു ഇല്ലാ ബിതുഫ്ലതി. യാക്കൂബ് നബി തന്റെ മകൻ യൂസുഫ് നബിയെ കാണാതെ കണ്ണ് കലങ്ങിപ്പോയിട്ട് അവസാനം ആ വസ്ത്രം മുഖത്തിട്ടുകൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടിയ കഥയൊക്കെ കൃത്യമായി നമ്മുടെ പ്രമാണത്തിൽ ഖുർആനിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? യാക്കൂബ് നബിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അയാൾക്ക് കണ്ണിന് കാഴ്ച പോയപ്പോൾ എന്റെ തുപ്പുനീര് പുരട്ടിക്കൊടുത്തിട്ടാണ് യാക്കൂബ് നബിക്ക് കണ്ണിന് കാഴ്ച കിട്ടിയത്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ തുപ്പുനീര് പുരട്ടിയിട്ടാണ്. ഇനി നാളെ വന്നിട്ട് ഇത് ആത്മീയമാണെന്ന് പറയണ്ട. കാരണം ആത്മീയ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. അല്ലാഹു ആദമിന്റെ മുതുകുന്ന എല്ലാ ആത്മാവുകളെയും പുറത്തെടുത്തിട്ട് നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഖാലു ഷഹീദിനാ, അതെ എന്നവർ പറഞ്ഞിട്ടില്ലേ? ആത്മാവിന് തുപ്പുനീരുണ്ടാവൂല. ഉണ്ടാവോ? ആത്മാവിന് തുപ്പുനീരുണ്ടാവില്ല. ഇത് ശാരീരികമായ പ്രവർത്തനമാണ്.
അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും? അതൊക്കെ ചെയ്യാൻ കഴിയും ഔലിയാക്കന്മാർക്ക്. ഇവർ പ്രചരിപ്പിക്കുന്ന കറാമത്തുകൾ അങ്ങനെയാണ്. മഹാനായ ഷേഖ് ജീലാനിയുടെ പിതാവായ അബൂ സാലിഹ് ഷേഖ് ജീലാനിയെ ഗർഭം ധരിക്കുന്ന കാലത്ത്, അഥവാ അബൂ സാലിഹിന്റെ ഉമ്മ, ഇവരെ ഭാര്യ ഷേഖ് ജീലാനിന്റെ ഉമ്മ ഗർഭം ധരിക്കുകയാണ് ഷേഖ് ജീലാനിയെ. ആ സമയത്ത് ബത്തക്ക തിന്നാൻ പൂതി പറഞ്ഞു. എനിക്കൊരു ബത്തക്ക വേണം. ആ നാട്ടിലാണെങ്കിൽ ബത്തക്ക കിട്ടാനുള്ള സീസണും അല്ല. അങ്ങനെ തന്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ദൂരം പോയി അദ്ദേഹം ഒരു ബത്തക്ക 2 ബത്തക്കൊക്കെ വാങ്ങി വരികയാണ്. ആ വരുന്ന സമയത്ത് ഒരു മിസ്കീൻ ഫക്കീർ, ഒരു പാവപ്പെട്ടവൻ ഇങ്ങനെ വിറച്ച് വടിയും കുത്തി വന്നിട്ട് അബൂ സാലിഹിനോട് ചോദിച്ചു, ഷേഖേ എനിക്കൊരു ബത്തക്ക തരുമോന്ന്. ഞാൻ തരൂല, പോകുന്നത് നിന്റെ പെണ്ണുങ്ങൾക്കുള്ളതാണ്, ഭാര്യക്കുള്ളതാണ്, ഞാൻ കിട്ടായിട്ട് വലിയ വില കൊടുത്തോന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞ അയാൾ നീങ്ങിയപ്പോ അയാളെ മുന്നിലേക്ക് സട കുടഞ്ഞ് നാവ് നീട്ടിയ ഒരു സിംഹം വന്നു. അയാൾ പേടിച്ചു അബൂ സാലിഹ്. അപ്പോ ഈ ഫക്കീർ ചെറിയൊരു കല്ലെടുത്ത് ഒരറ്റേറ് സിംഹം ചത്തുമലച്ചു. ബാലമംഗളത്തിലുള്ള ഉട്ടാപ്പിയിലൊക്കെയുള്ള കഥയാണ്. ചത്തുമലച്ചു ചെറിയൊരു കല്ലെറിഞ്ഞപ്പോഴേ. അങ്ങനെ അദ്ദേഹം ബത്തക്കുമായി പോയി ഭാര്യക്ക് കൊടുത്തു. അങ്ങനെ ഉഷാറായിട്ട് തിന്നു. അങ്ങനെ അബൂ സാലിഹിന്റെ ഭാര്യ അഥവാ ഷേഖ് ജിലാന്റെ അമ്മ ഷേഖ് ജിലാന്റെ പിന്നെ ഗർഭം ധരിച്ചു. അങ്ങനെ അബൂ സാലിഹ് ഇങ്ങനെ കുട്ടീനെ, നമ്മളുണ്ടല്ലോ വാപ്പാര് കുട്ടികളെ ഇങ്ങനെ കൊഞ്ചിക്കുന്ന പോലെ മടിയിലിരുത്തി ഇങ്ങനെ ചാടിക്കുകയാണ്. ചാടിക്കണില്ല ഒരൊറ്റ പൊടി താടിക്ക്. കുട്ടീന്ന് പിടിച്ചിട്ട് പറഞ്ഞു, വല്ലാതെ കൊഞ്ചിക്കണ്ട, അന്ന് ബത്തക്ക ചോദിച്ചപ്പോ തന്നില്ലല്ലേ. ഹേയ്, മുല കുടിക്കണ കുട്ടി സംസാരിക്കുകയാണ്. ഈസാ നബി സംസാരിച്ചിട്ടില്ലേ തൊട്ടിലിൽ എന്ന് പറയാനുണ്ടാവും. അത് അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞ, തന്റെ കീറ കിതാബ് പറഞ്ഞ 2 മാറ്റുണ്ട്. എന്നിട്ട് മൊയ്തീൻ ഷേഖ് സംസാരിച്ചു, അന്ന് ഞാൻ ബത്തക്ക ചോദിച്ചപ്പോ തന്നോ. ഏയ്, താടിയുമ്പോ പിടിച്ചിട്ട് പറയാ വല്ലാതെ കൊഞ്ചിക്കൊന്നും വേണ്ട, അന്ന് ഞാൻ ബത്തക്ക ചോദിച്ചപ്പോ തന്നോ. അപ്പൊ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി ബാപ്പാനെ പരീക്ഷിച്ച് തിരിച്ചു വയറ്റിക്ക് തന്നെ വന്നു. ഇതൊക്കെ വിശ്വസിച്ചാലേ 100% ഖുറാഫിയാവുള്ളൂ, അല്ലെങ്കിൽ സുന്നിയാവൂല. മുസ്ലിയാക്കന്മാര് പറഞ്ഞ എന്ത് വിടുവായിട്ടും പണയം വെച്ചു കൊടുക്കണം. കാൽക്കീയിൽ തല പണയം വെച്ചിട്ട് ക്ലും തന്നെ മുണങ്ങണം. അതുകൊണ്ടാണ് കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം എന്ന പോലെ മുസ്ലിയാർ പറഞ്ഞാൽ മുസ്ലിമിന് മതം എന്ന പൗരോഹിത്യം ഇവിടെ ഉണ്ടാക്കി. ആ ചങ്ങലക്കെട്ടിന് പൊട്ടിച്ച് മുസ്ലിയാക്കന്മാരുടെ ഈ കരാള ഹസ്തങ്ങൾ സമൂഹത്തെ മുക്തമാക്കിക്കൊണ്ടെന്നത് കൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ഈ സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, സമയബന്ധിതമാണ് നമ്മുടെ സംസാരം, അതുകൊണ്ട് നീട്ടുന്നില്ല. ഞാൻ പറയുന്നത് ഈ രൂപത്തിലുള്ള കള്ളക്കഥകളാണ്. ഇനിയും കഴിഞ്ഞ് ഒന്നുകൂടെ കേട്ടോ. അനകുന്തു മഅ മൂസ മുനാജാതു റബ്ബിഹി വമൂസ അസാഉ മിന്ന സഅസ്തമദതി. മൂസാ നബി തൂരി സീനാ പർവ്വതത്തിൽ അല്ലാഹുമായി സംസാരിക്കുമ്പോ ഞാനുണ്ടായിരുന്നു അവിടെ കൂടെ. മൂസാ നബിക്ക് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്താകുന്ന വടി എന്റെ വടിയിൽ നിന്ന് മുറിച്ചു കൊടുത്തതാണ്. മൂസാ നബിന്റെ വടി വന്ന് എനിക്ക് വടി കിട്ടിയെന്നല്ല, മൊയ്തീൻ ഷേഖിന്റെ വടിയാണ് മുറിച്ചു കൊടുത്തതാണ്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ പാടുമ്പോഴും പറയുമ്പോഴും പേടിയാണ്. പക്ഷെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ മുസ്ലിയാക്കന്മാർ നിവർത്തി വെച്ച് പോരിശയാക്കപ്പെട്ട് ഓതുന്ന ഗ്രന്ഥാപ്പത്, കൂലി കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് കൊള്ളുന്ന ഗ്രന്ഥാപ്പത്, ആളുകൾ കായും കോയും കൊടുത്ത് മുസ്ലിയാക്കന്മാരെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്ന പോരിശയാക്കപ്പെട്ട മുതലാത് അല്ലേ? ഈ മുതലിൽ പറഞ്ഞതാത്. സഹോദരങ്ങളെ, അതിൽ വേറെ ഒരു രസകരമായ കാര്യം കൂടെ ഉണ്ട്. എന്താ പിന്നെ പറയുന്നത്? അനകുന്തു മഅനൂഹിം ബി അഗ്ലാ സഫീനതി. പിന്നെ അവിടെ പറയുന്നത് കേട്ടോളൂ. പിന്നെ പറയുന്നത് അനകുന്തു ഫിൽ ഉല്യാബി നൂരി മുഹമ്മദി വഫീ ഖാബ ഖൗസൈനി ഇജ്തിമാഇൽ അഹിബ്ബതി. ഞാൻ മുഹമ്മദ് നബിയുടെ കൂടെ അല്ലാഹു തആലയുമായി സംസാരിച്ച ഖാബ ഖൗസൈനിൽ ഞാൻ ഉണ്ടായിരുന്നു. അല്ലാഹുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാജാത്ത് നടത്തിയ മിഅ്റാജിന്റെ പവിത്രമായ രാത്രി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആനിൽ വ്യക്തമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മാ കദബൽ ഫുആദു മാ റആ അഫതുമറൂനഹു വലാ മാ യറാ വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദഹാ സിദ്റത്തുൽ മുൻതഹാ. ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ഹൃദയം നിഷേധിച്ചിട്ടില്ല. എന്നിരിക്കെ അദ്ദേഹം നേരിൽ കണ്ട കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? അദ്ദേഹം ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ സിദ്റത്തുൽ മുൻതഹയുടെ ആ ഭാഗത്ത് വെച്ച് കണ്ടു എന്നൊക്കെ കൃത്യമായി ഖുർആൻ പറയുന്നിടത്ത് മൊയ്തീൻ ഷേഖ് ഉണ്ടായിരുന്നു എന്ന് ഖുർആനിൽ എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. സ്വഹാബത്ത് ആരെങ്കിലും പിൽക്കാലത്ത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഷേഖ് ജീലാനി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലുണ്ടോ? ഇല്ല. കൃത്യമായി ഷേഖിനെ പിൻപറ്റിയ ശിഷ്യന്മാർ എഴുതിയതിലുണ്ടോ? ഇല്ല. മറിച്ച് ജൂതന്മാർ ചവച്ചു തുപ്പിയ വാറോല കിതാബുകൾ ഏറ്റി നടക്കുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ തൊക്കിലുള്ള ഗ്രന്ഥങ്ങളിലുണ്ട്. അതിലുള്ളത് ആ ഗ്രന്ഥത്തില് അതല്ലെങ്കിൽ അതിന്റെ പ്രകടന പത്രികയായി നമ്മുടെ മൊഹിദ്ദീൻമാല. ഈ മൊഹിദ്ദീൻമാലയില് രസകരമായ ഒരു കഥയും കൂടി. എന്താ നിങ്ങള്? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോയിട്ട് അവിടെ എത്തി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയുമായി കൂടിക്കാഴ്ച നടത്തുന്ന
ആ സന്ദർഭത്തിലേക്ക് അവിടെ നിന്ന് ഒരു പ്രകാശത്തിന്റെ കോണിയിൽ കയറിപ്പോയിനാ. അവിടുന്ന് ജിബ്രീൽ പറഞ്ഞു, ഇനി നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു, നിങ്ങൾ അല്ലാഹ്